പൈപ്പ് ആൻഡ് സിസ്റ്റംസിലേക്ക് കിടക്കാം. അപ്പോൾ പൈപ്പ് ആൻഡ് സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് രണ്ട് തരം പൈപ്പുകളാണ് സാധാരണ നമുക്ക് ഇതിൽ വരാറുള്ളത്. ഒന്ന് ഇൻലെറ്റ് പൈപ്പും ഔട്ട്ലെറ്റ് പൈപ്പും. ഇൻലെറ്റ് പൈപ്പ് നിറയ്ക്കാനുള്ളത്, ഔട്ട്ലെറ്റ് പൈപ്പ് പുറത്തേക്ക് വിടാനുള്ളത്. ഇപ്പം ഇൻലെറ്റ് പൈപ്പിന്റെ എഫിഷ്യൻസി പോസിറ്റീവ് ആയിരിക്കും, ഔട്ട്ലെറ്റിന്റെ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇത് പുറത്തേക്കാണ് എഫിഷ്യൻസി. പണിയൊക്കെ സെയിം എടുക്കുന്നുണ്ട് രണ്ടുപേരും. ഇൻലെറ്റ് പൈപ്പ് നിറയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ടാണ് പണിയെടുക്കുന്നത്. ഔട്ട്ലെറ്റ് പൈപ്പ് ആകുമ്പോൾ നെഗറ്റീവ് ആയിട്ടായിരിക്കും എൻ്റെ എഫിഷ്യൻസി പോവുക. നമുക്ക് ടൈം ആൻഡ് വർക്കിന്റെ ബേസിക്സ് അറിയാന്ന് വെച്ചാൽ പൈപ്പ് ആൻഡ് സിസ്റ്റത്തിന് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സാധാരണ ആ സെയിം ലോജിക് തന്നെയാണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. എക്സ് അവേഴ്സ് ആണ് ഒരു ടാങ്ക് ഫില്ല് ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ 1 അവർ കൊണ്ട് 1/x പാർട്ട് നിറയ്ക്കും. ഇനി വൈ അവേഴ്സ് ആണ് എം ടി ചെയ്യാൻ എടുക്കണമെന്ന് വെച്ചാൽ, അപ്പോൾ എത്ര പാർട്ട് 1 അവറിൽ എം ടി ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/y പാർട്ടായിരിക്കും 1 അവറിൽ എന്താവുക, എം ടി ആവുക. അപ്പൊ ഇൻലെറ്റ് പൈപ്പ് ആവുമ്പോൾ സാധാരണ തുറന്നിടുമ്പോൾ എത്ര സമയം കൊണ്ട് നമുക്ക് ഫുള്ള് നിറയ്ക്കാൻ പറ്റും എന്നുള്ളതാവും നമ്മുടെ ക്വസ്റ്റ്യൻ വരിക. ഔട്ട്ലെറ്റ് പൈപ്പിന്റെ ആവുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വരിക എത്ര സമയം കൊണ്ട് നമുക്ക് എം ടി ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും. അതിൽ ഔട്ട്ലെറ്റ് പൈപ്പിന്റെ ആണ് ഡാറ്റ തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ വരും. ഇനി നെറ്റ് വർക്ക് ഡൺ. നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഔട്ട്ലെറ്റ് പൈപ്പ് ഇൻലെറ്റ് പൈപ്പ് ഉണ്ടെങ്കിൽ സം ഓഫ് വർക്ക് ഡൺ ബൈ ഇൻലെറ്റ്സ് മൈനസ് സം ഓഫ് വർക്ക് ഡൺ ബൈ ഔട്ട്ലെറ്റ് ചെയ്താലാണ് നെറ്റ് വർക്ക് ഡൺ നമുക്ക് കിട്ടുക. കാരണം രണ്ട് പൈപ്പും കൂടി ഒരുമിച്ച് തുറക്കുമ്പോൾ അതിനനുസരിച്ച് വേണം വർക്ക്, അതിനനുസരിച്ചാണ് അത് പോവുള്ളൂ, നിറയുള്ളൂ. ആ ഒരു ലോജിക്കാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ പതുക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സെയിം ലോജിക്കിൽ നിങ്ങൾക്ക് അറിയാം, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചെയ്തോ. രണ്ട് പൈപ്പ്സിൻ്റെ എയും ബിയും നിറയ്ക്കാൻ 20-30 മിനിറ്റും എടുക്കുകയാണെങ്കിൽ രണ്ടും ഒരുമിച്ച് തുറന്നിടുകയാണെങ്കിൽ എത്ര സമയം കൊണ്ട് ടാങ്ക് ഫില്ലാവും? എന്തായാലും നിറയ്ക്കണ പൈപ്പ് ആകുമ്പോൾ ഫില്ലാവേണ്ട കാര്യമാണ് ഇപ്പൊ തരിക. ഇപ്പൊ നമ്മൾ LCM അപ്രോച്ച് ആണെങ്കിൽ ഇപ്പൊ പറയണുള്ളൂ, പെട്ടെന്ന് ചെയ്ത് പോവാം. 20-30 മിനിറ്റുകളാണ്. LCM എടുത്തു 60. ഈ 60-നെയാണ് നമ്മൾ അവിടെ നേരത്തെ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞ് എടുക്കുന്നിടത്ത് ഇവിടെ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദി ടാങ്ക്. ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദി ടാങ്ക് 60 യൂണിറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മിനിറ്റിൽ എത്ര യൂണിറ്റ് ഫില്ല് ചെയ്യുന്നുള്ളതാണ് നമുക്ക് ഇവിടെ 60/20 ചെയ്താൽ കിട്ടുക. 20 മിനിറ്റ് അല്ല ആകെ ഫില്ല് ചെയ്യാൻ എടുത്തത്. അപ്പൊ 60 കപ്പാസിറ്റി എന്ന് വെച്ചാൽ 1 മിനിറ്റിൽ 3 ഭാഗം അല്ലെങ്കിൽ 3 യൂണിറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യും. ഏത് പൈപ്പ് എ. പൈപ്പ് ബി ആണെങ്കിൽ 60/30 1 മിനിറ്റിൽ 2 യൂണിറ്റ് വെച്ച് ഫില്ല് ചെയ്യും. അപ്പൊ രണ്ടുപേരും വർക്ക് ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റിൽ എത്ര യൂണിറ്റ് ഫില്ലാവും? 5 യൂണിറ്റ് ഫില്ലാവും. 60/5 ചെയ്ത് കഴിഞ്ഞാൽ എത്ര മിനിറ്റ് കൊണ്ടാണ് രണ്ട് പൈപ്പും ഓപ്പൺ ചെയ്താൽ ടാങ്ക് ഫില്ലാവാന്ന് കിട്ടും. ആകെ കപ്പാസിറ്റി 60. രണ്ടുപേരും കൂടി എയും ബിയും വർക്ക് ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റിൽ 5 യൂണിറ്റ് ഫില്ലാവും എന്ന് വെച്ചാൽ 60/5 ചെയ്താൽ 12 മിനിറ്റിൽ രണ്ട് പൈപ്പും കൂടി ടാങ്ക് ഫില്ല് ചെയ്യുന്നുള്ളത് നമുക്കറിയാം. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ലോജിക്ക്? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ തരാണ്, ചെയ്തോ. ഇപ്പൊ എ ഉണ്ട്, ബി ഉണ്ട്. എക്ക് ഫില്ല് ചെയ്യാൻ 15 മിനിറ്റ്. എത്ര ആൻസർ? 18. നമുക്ക് നോക്കാം. എക്ക് ഫില്ല് ചെയ്യാൻ 15, ബിക്ക് ഫില്ല് ചെയ്യാൻ 20 മിനിറ്റ്സ്. ഇപ്പൊ LCM കിട്ടി 60 തന്നെ. ഇവിടെ 4 യൂണിറ്റ് ആണ് 1 മിനിറ്റിൽ എ ഫില്ല് ചെയ്യുക. ബി ആണെങ്കിൽ 3 യൂണിറ്റ് ആണ് 1 മിനിറ്റിൽ ഫില്ല് ചെയ്യുക. ഇപ്പൊ 7 യൂണിറ്റ്, രണ്ടുപേരുണ്ടെങ്കിൽ 7 യൂണിറ്റ് 1 മിനിറ്റിൽ ഫില്ലാവും. ഇനി പറഞ്ഞിട്ടുള്ളത് ബോത്ത് പൈപ്പ്സ് ആർ ഓപ്പൺ ടുഗദർ ബട്ട് ആഫ്റ്റർ 4 മിനിറ്റ്സ് പൈപ്പ് എ ഈസ് ടേൺഡ് ഓഫ്. ഇവരുടെ ആദ്യത്തെ 4 മിനിറ്റ് രണ്ട് പൈപ്പും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ 7 യൂണിറ്റ് വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 7 × 4 28 യൂണിറ്റ് അവർ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ബാക്കി ഇനി എത്ര യൂണിറ്റ് ഉണ്ട്? ആകെയുള്ളത് 60 യൂണിറ്റ് ആണ് നിറയ്ക്കാൻ. 28 യൂണിറ്റ് രണ്ടുപേരും കൂടി ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി 32 യൂണിറ്റ് നിറയ്ക്കാനുണ്ട്. ആ 32 യൂണിറ്റ് നിറയ്ക്കാൻ ഇനിയിപ്പോൾ ആരില്ല. പൈപ്പ് എ ക്ലോസ് ചെയ്തു, പൈപ്പ് ബി മാത്രമേ ഉള്ളൂ. പൈപ്പ് ബിക്ക് അത് ചെയ്യാൻ എത്ര സമയം എടുക്കും? 32/3 10 2/3 മിനിറ്റ് ബിക്ക് എടുക്കും. ആദ്യം 4 മിനിറ്റ് ഒരുമിച്ചും ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും ടോട്ടൽ എത്ര സമയം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 and 2/3 മിനിറ്റ്സ്. ഞാൻ ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ പറയാം. എയുടെ എഫിഷ്യൻസി വരുന്നത് 4, ബിയുടെ എഫിഷ്യൻസി 3. എയും ബിയും കൂടി വർക്ക് ചെയ്യുമ്പോൾ 7 പാർട്ട് വെച്ച് ഫില്ലാവും.
ആകെ ഫില്ല് ചെയ്യാനുള്ളത് 60 പാർട്ടാണ്. പക്ഷെ അവര് പറയണത് രണ്ടും ഒരുമിച്ചിട്ടാണ് തുടർന്ന്. പക്ഷെ 4 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്തുണ്ടായി? എ ക്ലോസ് ചെയ്തു. അപ്പൊ ആദ്യത്തെ 4 മിനിറ്റ് എയും ബിയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ 28 പാർട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി ഫില്ല് ചെയ്യാനുള്ളത് 60 - 28 32 പാർട്ടാണ് ഫില്ല് ചെയ്യാനുള്ളത്. 32 പാർട്ട് ഫില്ല് ചെയ്യാനുള്ളത് ഏത് പൈപ്പ് മാത്രമേ ഉള്ളൂ? എ ക്ലോസ് ചെയ്തപ്പോ. പിന്നെ ബി മാത്രമേ ഉള്ളൂ. ബി 32 പാർട്ട് നിറയ്ക്കാൻ 10 2/3 മിനിറ്റ് എടുക്കും. ടോട്ടൽ അപ്പൊ എത്ര സമയം കൊണ്ട് നമുക്ക് ടാങ്ക് ഫില്ല് ആവും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ 14 and 2/3 minutes. ഹൗ മെനി മോർ ടൈം റിക്വയർഡ് ടു ബി ടു ഫിൽ ദി ടാങ്ക് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മുടെ എന്താണ് ഉത്തരം വരിക? 10 2/3 ആൻസർ വരിക. എത്ര സമയം ബിക്ക് ഇനി എടുക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ. പക്ഷെ ടോട്ടൽ ആണ് ഇവിടെ ചോദിച്ചിട്ടില്ല. ടോട്ടൽ ടൈം റിക്വയർഡ് ടു ഫിൽ ദി ടാങ്ക് ആണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കിയേ. ആൻസർ ആയി പറയാം. എക്ക് ഫില്ല് ചെയ്യാൻ 37.5 മിനിറ്റ്. 37 എന്ന് പറഞ്ഞാൽ നമുക്ക് 75/2 എന്ന് എഴുതാം അല്ലേ? ബിക്ക് ഫില്ല് ചെയ്യാനാണെങ്കിലോ 45 മിനിറ്റ്. രണ്ടും കൂടി ഒരുമിച്ച് തുറന്നു. സിസ്റ്റേനാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് അപ്പൊ ഫില്ലായി. രണ്ട് പൈപ്പും ഒരുമിച്ച് തുറന്നപ്പോ സിസ്റ്റൻ അരമണിക്കൂർ കൊണ്ട് ഫില്ലായി. പക്ഷെ ഒരു കണ്ടീഷൻ കൂടെ അവർ പറയുന്നുണ്ട്. ഇഫ് ബി ഈസ് ടേൺഡ് ഓഫ് ആഫ്റ്റർ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അരമണിക്കൂർ കൊണ്ട് ഫില്ലായിട്ടുള്ളത്. അപ്പൊ എത്ര സമയം കഴിഞ്ഞപ്പോഴാണ് ബി ഓഫ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ആദ്യം എഫിഷ്യൻസി കണ്ടുപിടിക്കാണ്. LCM എടുത്തു. ഇപ്പൊ LCM എടുക്കാൻ നമുക്ക് പെട്ടെന്ന് കിട്ടണില്ലെങ്കിലേ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയാലും മതി. ഇത് നോക്കുമ്പോൾ നമുക്കറിയാം 15 × 5 ആണ്. ഇവിടെയാണെങ്കിൽ 15 × 3 ആണ് അല്ലേ? ഇത്ര അറിയണം സ്പ്ലിറ്റ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 15 ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. 5 × 3 ആണ് ഇതിന്റെ LCM വരെ. 15 × 5 ഉണ്ടെങ്കിൽ 3 യൂണിറ്റ് ഇവിടെ ഇത് വരും. ഇവിടെ 5 യൂണിറ്റ്. 15 ഇതേ ഡിവൈഡ് ബൈ ഇതല്ലേ ചെയ്യാം. അപ്പോൾ 5 ബാക്കി വരും. ഇപ്പൊ 8 യൂണിറ്റ് ആണ്. രണ്ടുപേരും രണ്ട് പൈപ്പ് ഓപ്പൺ ആണെങ്കിൽ ടുഗദർ ആണെങ്കിൽ ഫിൽ ആയിക്കൊണ്ടിരിക്കും. ആകെയുള്ളത് എത്രയാ? 15 × 15 225 യൂണിറ്റ് ആണ് ആകെയുള്ളത് അല്ല. അത് ചെയ്യുമ്പോൾ 225 LCM കിട്ടുക. ഞാൻ അത് കിട്ടാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 75 നോക്കി 45 പോവില്ല. അടുത്ത മൾട്ടിപ്പിള് 150 45 പോവില്ല. അടുത്ത മൾട്ടിപ്പിൾ 225 അതിൽ പൂണ്ടാവും. അങ്ങനെ കിട്ടും. ഇപ്പൊ അങ്ങനെ കിട്ടാൻ സമയം എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഓക്കെ. അപ്പോ 8 യൂണിറ്റ് ആണ് 1 മിനിറ്റിൽ ഫില്ല് ചെയ്യണേ. നമുക്കിത് എത്രയോ സമയം കഴിഞ്ഞപ്പോ ഏത് ക്ലോസ് ചെയ്തിട്ടുണ്ട്? ബി ബി ടേൺ ക്ലോസ്. ഓഫ് ചെയ്തിട്ടുണ്ട്. അത് എത്ര സമയം കഴിഞ്ഞിട്ട് എന്നുള്ളതാണ് നമ്മുടെ. അപ്പൊ നമുക്ക് ഒരു കാര്യം ഷുവർ ആണ്. അരമണിക്കൂർ കൊണ്ടാണ് സിസ്റ്റം ഫില്ലായി എന്ന് പറയുന്നത്. അപ്പൊ ഈ അരമണിക്കൂർ ഏത് പൈപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്? ഏത് പൈപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്? പൈപ്പ് എ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ? ഇല്ലേ? എത്രയോ സമയം കഴിഞ്ഞപ്പോ ബി ക്ലോസ് ചെയ്തു. എ പക്ഷെ ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ടാവില്ലോ. അപ്പോ അരമണിക്കൂർ എ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് എ ഒറ്റയ്ക്ക് ചെയ്തു? 90 യൂണിറ്റ് വർക്ക് ആരൊറ്റയ്ക്ക് ചെയ്തതാണ്? എ ഒറ്റയ്ക്ക് ചെയ്തതാണ്. ഇപ്പൊ ബാക്കി 225 90 യൂണിറ്റ് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എത്ര യൂണിറ്റാ? 135 യൂണിറ്റ് അല്ലേ? 135 യൂണിറ്റ് വർക്കാണ് ആര് ചെയ്തിട്ടുള്ളോ? ബി ചെയ്തിട്ടുള്ളോ. അപ്പൊ ബി 5 യൂണിറ്റ് വെച്ചിട്ടാണ് ഒരു മിനിറ്റിൽ ചെയ്യുക. അപ്പൊ ഈ 135 യൂണിറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും? 135/5 27 മിനിറ്റ് ആണ് ആര് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലായി? ബി വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് ബി മനസ്സിലായി. വർക്ക് ചെയ്തു. അപ്പൊ എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബി ടേൺ ഓഫ് ചെയ്തിട്ടുള്ളത്? 27 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഇത്രയായി. 27 മിനിറ്റ് വർക്ക് ചെയ്തു പറഞ്ഞപ്പോ ബി പിന്നെ ക്ലോസ് ചെയ്തു. പിന്നെ അവസാനത്തെ 3 മിനിറ്റ് എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സംഭവം ചെയ്തത് ക്ലിയർ ആണോ? ആ സാർ മനസ്സിലായി. ഇങ്ങനെ ചെയ്യണവരുണ്ട്. ഇനി വേറൊരു രീതിയിലും ചെയ്യണവരുണ്ട്. വേറൊരു രീതി എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് അല്ലേ അരമണിക്കൂർ കൊണ്ട് ഫുള്ള് ആവണ്ടേ? ഇപ്പൊ രണ്ടും കൂടി വർക്ക് ചെയ്യണമെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് നമുക്ക് 240 പാർട്ട് എന്ത് ചെയ്യാൻ പറ്റും? 240 യൂണിറ്റ് ഫില്ല് ചെയ്യാൻ പറ്റും ഇല്ലേ? രണ്ട് പൈപ്പ് ഓപ്പൺ ആണെങ്കിൽ 30 × 8 വെച്ച് പോവല്ലോ. പക്ഷെ ഇവിടെ എത്രയാ ആവശ്യമുള്ളൂ? നമുക്ക് 225 ആവശ്യമുള്ളൂ. 225. അപ്പൊ ഒരു 15 യൂണിറ്റ് കുറവുണ്ട് ഇല്ലേ? ആ 15 യൂണിറ്റ് കുറവ് വരേണ്ടത് നമുക്ക് ഏതിന്റെയാണ് കുറവ് വരേണ്ടത്? എയുടെ കുറയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. ബിയുടെയാണ് കുറവ് വരേണ്ടത്. ബി ഒരു മിനിറ്റില് 5 യൂണിറ്റ് വെച്ചാണ് നടക്കുക. അങ്ങനെ 15 മിനിറ്റ് ബി വർക്ക് ചെയ്യേണ്ട
നമുക്ക് എഫക്റ്റ് വേണ്ട, ആവശ്യമില്ല. അപ്പൊ 15/5 എന്ന് പറഞ്ഞാൽ 3 മിനിറ്റ് ബി വർക്ക് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ 225 യൂണിറ്റ് ആയിട്ട് പൈപ്പ് ഫില്ലായിട്ട് നിൽക്കും. അപ്പൊ നമുക്കറിയാം 30 മിനിറ്റിൽ 3 മിനിറ്റ് വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ബി എത്ര മിനിറ്റ് ശരിക്കും അപ്പൊ വർക്ക് ചെയ്തിട്ടുണ്ട്? 27 മിനിറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കിട്ടും. സംഭവം ചെയ്തത് മനസ്സിലായിട്ടുണ്ടോ? സാധാരണ ഈ രണ്ട് അപ്രോച്ചാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യന് യൂസ് ചെയ്യാറുള്ളത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ടോട്ടൽ കപ്പാസിറ്റി 240 അല്ല, 225 ഉള്ളൂ ടാങ്കിന്റെ. അപ്പൊ ബാക്കി 15 യൂണിറ്റ് ഒരു എക്സ്ട്രാ വന്നിട്ടുണ്ട്. ആ 15 യൂണിറ്റ് എലിമിനേറ്റ് ചെയ്യണം. എ എന്തായാലും 30 മിനിറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എയുടെ നമുക്ക് ഒഴിവാക്കല്ലേ. അപ്പൊ പിന്നെ ഒഴിവാക്കാൻ പറ്റും ബിയുടെ 5 യൂണിറ്റ് വെച്ചിട്ട് 15 യൂണിറ്റ് ഒഴിവാക്കുകയാണെങ്കിൽ ബിക്ക് 3 മിനിറ്റ് വർക്ക് ചെയ്യേണ്ട ബിയുടെ സമയം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ 27 മിനിറ്റ് ആണ് ബി വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് കിട്ടി. സംഭവം ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ആ സർ, ക്ലിയർ ആണ്. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീതു, വരുൺ. ഓക്കെയാണ് സർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 pipes can fill a tank in 20 and 24 minutes respectively, and a waste pipe can empty 3 gallons per minute. All the 3 pipes working together can fill the tank in 15 minutes. The capacity of the tank is. Capacity of the tank ആണ് വേണ്ടത്. അപ്പോൾ 2 പൈപ്പുകളുണ്ട്. നമ്മൾ പേര് വേണമെങ്കിൽ വെറുതെ കൊടുക്കാം. എയും ബി ആണ്. 20ഉം 24 മിനിറ്റ് കൊണ്ടാണ് നിറയ്ക്കണേ. വേസ്റ്റ് പൈപ്പ് ഉണ്ട്. അപ്പൊ ഇത് എം ടി ചെയ്യണ പൈപ്പ് സി ആന്ന് വിചാരിച്ചോ. അത് എം ടി ചെയ്യണത് 3 gallon പെർ മിനിറ്റ് വെച്ചിട്ടാണെന്നുള്ളതാണ്. 3 gallon പെർ മിനിറ്റ്. ഒരു യൂണിറ്റ് ആണ് ഗാലൻ അളവിന്റെ, അത്രയും അറിഞ്ഞാൽ മതി. ഒരു മിനിറ്റിൽ 3 gallon വെച്ചിട്ടാണ് അവർ പുറത്ത് വിടുന്നത് എം ടി ചെയ്യണ പൈപ്പ്. പക്ഷെ എം ടി ചെയ്യണ പൈപ്പിന്റെ എഫിഷ്യൻസി നെഗറ്റീവിലാവുണ്ടാവുക നമുക്കറിയാം. പക്ഷെ അതിന്റെ സമയം നമുക്ക് തന്നിട്ടില്ല. എത്ര സമയം വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അത്ര അതതിന്റെ 3 ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് ദി ടാങ്ക് കിട്ടും. പക്ഷെ അത് നമുക്ക് ഇവിടെ ഡയറക്റ്റ് തന്നിട്ടില്ല. അതിന് പകരം തന്നിട്ടുള്ളത് എന്താ? 3 പൈപ്പും കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ, എയും ബിയും സിയും കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റി ഓഫ് ദി ടാങ്ക് ആണ് വേണം. പിന്നെ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സി എത്ര മിനിറ്റ് കൊണ്ട് ഇത് എം ടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം, ഫുള്ള് ടാങ്ക്. അപ്പൊ അതിനെന്ത് ചെയ്യുക? ആദ്യം LCM എടുക്കുക. 20, 24, 15. എങ്ങനെ പെട്ടെന്ന് നോക്കുക? 0 വരില്ലേ. അപ്പൊ 24ന്റെ ഇൻറ്റു 5 നോക്കി ആദ്യം 0 വരുന്ന ആദ്യത്തെ ചാൻസ്. അപ്പൊ 120, 120 എല്ലാം പോകുന്നുണ്ട്. അപ്പൊ LCM കിട്ടി 120. ഇതാണ് കപ്പാസിറ്റി ഓഫ് ദി ടാങ്ക്. 120/20 6 യൂണിറ്റ് ആണ് എ ഒരു മിനിറ്റിൽ നിറയ്ക്കുക. 120/24 5 യൂണിറ്റ് ആണ് ഒരു മിനിറ്റിൽ ബി നിറയ്ക്കുക. 120/15 8 യൂണിറ്റ് ആണ് എയും ബിയും സിയും കൂടി ആവുമ്പോൾ ഒരു മിനിറ്റിൽ നിറയ്ക്കാൻ പറ്റണം. അപ്പൊ എയും കൂടി ബിയും കൂടി 11 യൂണിറ്റ് നിറയ്ക്കുന്നിടത്ത് 8 യൂണിറ്റ് ആണ് ഔട്ട്ലെറ്റ് പൈപ്പും കൂടി വർക്ക് ചെയ്യുമ്പോൾ നടക്കണുള്ളൂ ഒരു മിനിറ്റിൽ. അപ്പോ സി ഒരു മിനിറ്റിൽ എത്ര പാർട്ട് വെച്ച് പുറത്തേക്ക് വിടുന്നുണ്ട്? 11 - 3 അല്ല 8, അല്ലെങ്കിൽ 11 - 8 ചെയ്താൽ മതി. 3 യൂണിറ്റ് വെച്ചിട്ടാണ് സി ഒരു മിനിറ്റിൽ എം ടി ചെയ്യണം എന്നുള്ളത് കിട്ടി. അപ്പൊ ആകെ എത്ര മിനിറ്റ് ഉണ്ടാവും? സി 120 യൂണിറ്റ് പുറത്തേക്ക് ആക്കുണ്ടാവുക. 120/3 40 മിനിറ്റ് ആണ് സി വർക്ക് ചെയ്താലാണ് മൊത്തം ടാങ്ക് എം ടി ആവുക. അപ്പൊ 40 മിനിറ്റിൽ ഒരു മിനിറ്റിൽ 3 gallon വെച്ചിട്ടാണ് സി പുറത്തേക്ക് വിടണേ. അങ്ങനെയാണെങ്കിൽ 40 മിനിറ്റ് വർക്ക് ചെയ്താലാണ് ഫുള്ള് എം ടി ആവാന്ന് വെച്ചാൽ കപ്പാസിറ്റി ഓഫ് ദി ടാങ്ക് എത്ര വരിക? 3 × 40 120 gallon യൂണിറ്റ് ആണ് നമ്മുടെ എന്ത് വരിക? കപ്പാസിറ്റി ഓഫ് ദി ടാങ്ക് വരിക ഗാലൻ ആണ്. ക്ലിയർ ആണോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എ ടാങ്ക് ഈസ് ഫിൽഡ് ഇൻ 5 hours by 3 pipes ABC. Pipe C is twice as fast as B and B is twice as fast as A. How much time will pipe A alone take to fill the tank? 35 hours ആവും അല്ലേ? 35 hours. Yes. A tank is filled in 5 hours by 3 pipes ABC. ഇനി എഫിഷ്യൻസീസ് ആണ് അവർ നമ്മൾക്ക് തന്നിട്ടുള്ളത്. സി ഈസ് ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് ബി. സിയുടെ എഫിഷ്യൻസി ബിനേക്കാളും ഇരട്ടി കൂടുതലാണ്, അല്ലെങ്കിൽ ഇരട്ടിയാണ്. ബിയുടെ ഇരട്ടിയാണ് സിയുടെ എഫിഷ്യൻസി. ബിയുടെ എഫിഷ്യൻസി ആണെങ്കിലാ ട്വൈസ് ഫാസ്റ്റ് ആസ് എ. അപ്പൊ എ എന്ന് പറയുന്നത് അരയാണെങ്കിൽ ബി എന്ന് പറയുന്നത് 1 അതിന്റെ ഇരട്ടിയാണ് സിയുടെ എഫിഷ്യൻസി. ഇതാണ് എഫിഷ്യൻസീസിന്റെ റേഷ്യോ. ഇവിടെ ബൈ ഇട്ടിട്ട് എഴുതണേക്കാളും നല്ലത് 1, 2, 4 എന്ന് എഴുതിയ സംഭവം പ്രശ്നം തീർന്നു. ഈ ബൈ ഇട്ടിട്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇരട്ടിയാണല്ലോ.
എയുടെ ഇരട്ടിയാണ് ബി, ബിയുടെ ഇരട്ടി ആണ് എഫിഷ്യൻസിയാണ് സിക്ക്. ഇതാണ് അവരുടെ എഫിഷ്യൻസീസിന്റെ റേഷ്യോ. ഇതിന്റെ മൊത്തം എഫിഷ്യൻസി നോക്കിയേ 7 ആണ്. 7 എഫിഷ്യൻസി വെച്ചിട്ട് 5 യൂണിറ്റ് വർക്ക് ചെയ്താൽ ടാങ്കിന്റെ ഫിൽ ആവും എന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ 35 യൂണിറ്റ് ആണ് ടാങ്കിന്റെ കപ്പാസിറ്റി. ഏത് ഫില്ല് ചെയ്യണത് 1 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് വെച്ചിട്ടല്ലേ എയുടെ എഫിഷ്യൻസി വരുന്നത്. ബൈ എയുടെ എഫിഷ്യൻസി ചെയ്താൽ 35 മണിക്കൂർ കൊണ്ട് എന്താവും മനസ്സിലായി, എലോൺ ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. ഈ ബിയുടെ ചോദിക്കുകയാണെങ്കിൽ 35/2 17.5 മണിക്കൂർ. സിയുടെ ചോദിക്കുകയാണെങ്കിൽ 35/4 ചെയ്താൽ മതി. ചെയ്ത് മനസ്സിലായിട്ടുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എഫിഷ്യൻസി കണ്ടു, എഫിഷ്യൻസി റേഷ്യോ ആക്കി. എഫിഷ്യൻസി കിട്ടാൻ കൂട്ടിയാൽ മതിയല്ലോ. എഫിഷ്യൻസീസിന്റെ റേഷ്യോ തന്നെയാണ്. 5 മണിക്കൂറാണ് വർക്ക് ചെയ്തിട്ടുള്ള 3 പേരും കൂടിയിട്ട്. അപ്പൊ 7x5 ചെയ്ത 35 യൂണിറ്റ് ആണ് അതിന്റെ കപ്പാസിറ്റി എന്ന് മനസ്സിലായി. കപ്പാസിറ്റി കിട്ടിയ എ ഫില്ല് ചെയ്യണത് 1 യൂണിറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ 35 മണിക്കൂർ കൊണ്ടാണ് 35 വാട്ട് ഫില്ല് ആവുക. അത്രേ. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൈപ്പ് എ ആൻഡ് ബി can fill a tank in 5 and 6 hours respectively. Pipe C can empty it in 12 hours. If all the 3 pipes are opened together, then the tank will be filled in. എഫിഷ്യൻസി എടുത്തിട്ട് ചെയ്ത് തുടങ്ങിക്കോ. അപ്പൊ എക്ക് 5, ബിക്ക് 6, സിക്ക് എംറ്റി ചെയ്യാനാണ് 12 മണിക്കൂർ. അപ്പൊ ഇതിന്റെ എഫിഷ്യൻസി നെഗറ്റീവ് ആവുന്നുള്ളത് ബ്രെയിനിൽ വേണം. LCM എടുത്തു. 12, 5, 6 പോണ നമ്പർ 60 ആണ്. അല്ലെ, 5 പോണെന്ന് വെച്ചാൽ 12ന്റെ മൾട്ടിപ്പിള് 12x5 തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ 60 ആകുമ്പോ ഇവിടെ 12, ഇവിടെ 10, സിയുടെ 5. ഇപ്പൊ 3 കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ 22 മൈനസ് 5 പറഞ്ഞാൽ 17 യൂണിറ്റ് ആണ്. ഒരു അവറിൽ 17 യൂണിറ്റ് ആണ് ഫില്ല് ആവുക. ആകെ ഫില്ല് ചെയ്യാനുള്ളത് എത്ര യൂണിറ്റാ? 60 യൂണിറ്റ് ആണ് കപ്പാസിറ്റി. കാരണം ഇത് നെഗറ്റീവ് എഫിഷ്യൻസി ആയതുകൊണ്ട് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. നെഗറ്റീവ് ആണ് അതിന്റെ എഫിഷ്യൻസി ആഡ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യാൻ. 22 മൈനസ് 5 17 യൂണിറ്റ് ആണ് ഒരു അവറിൽ ഫില്ല് ചെയ്യുന്നത്. 3 വർക്ക് ചെയ്യുമ്പോൾ ആകെ ഫില്ല് ചെയ്യാനുള്ളത് 60. 60/17 ചെയ്ത് കഴിഞ്ഞാൽ എത്ര 3 and അതാണല്ലേ ആള് പറഞ്ഞത് 3 and 9/17 യൂണിറ്റ്. ശരിയാണ്, അത്രയും അവേഴ്സ്. ശരിയാണ് കേട്ടാ. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പമ്പ് ക്യാൻ ഫിൽ എ tank with water in 2 hours. Because of a leak, it took 2 and 1/3 hours to fill the tank. The leak can drain the water of the tank in. ചെയ്തേ പമ്പ് ആന്ന് വിചാരിച്ചോ. 2 മണിക്കൂർ കൊണ്ട്. ലീക്കിന്റെ കാര്യം നമുക്കറിയില്ല. എന്നിട്ടു 14. പമ്പും ലീക്കും കൂടി എത്രയാ? 14 hours. പമ്പും ലീക്കും കൂടിയിട്ട് നമുക്ക് 2/1/3 നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 7/3 അല്ലേ. LCM എടുത്തു. 7/2 LCM 14 ആണ്. 14/2 7. 14/7/3 എന്ന് പറഞ്ഞാൽ 6. അപ്പൊ ലീക്ക് എംപ്റ്റി ചെയ്യണത് ഒരു യൂണിറ്റ് വെച്ചിട്ടാണ് എംപ്റ്റി ചെയ്യണത് അല്ലേ. അതല്ല 7 1 കുറഞ്ഞിട്ട് 6 ആയിട്ടുള്ളത്. രണ്ടും കൂടി വർക്ക് ചെയ്യുമ്പോൾ. അപ്പൊ 1 യൂണിറ്റ് വെച്ചിട്ട് എംപ്റ്റി ചെയ്യാൻ 14 യൂണിറ്റ് ആകെ ഉണ്ടെങ്കിൽ എത്ര സമയം എടുക്കും? 14/1 14 അവേഴ്സ് ലീക്ക് വർക്ക് ചെയ്യേണ്ടി വരും ഫുൾ എംപ്റ്റി ചെയ്യാൻ. ശരിയാണ്. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. 1 pipe can fill a tank 3 times as fast as the another pipe. If together the 2 pipes can fill the tank in 36 minutes, then the slower pipe alone will be able to fill the tank. 1 3 4 36 ബൈ 1 എത്രയാ? 144. യെസ്, 144 minutes. റേഷ്യോ തന്നിട്ട് 1:3. അപ്പൊ സ്ലോവർ പൈപ്പിന്റെ എഫിഷ്യൻസി 1 മറ്റേത് 3 ആണ്. ടുഗദർ ആകുമ്പോൾ 4 ആണ് എഫിഷ്യൻസി. ടുഗദർ ഫില്ല് ചെയ്യാൻ 36 മിനിറ്റ് എടുത്തു എന്ന് പറഞ്ഞാൽ 4x36 ചെയ്ത കപ്പാസിറ്റി ഓഫ് ദി ടാങ്ക് കിട്ടും. ഇതിന്റെ എഫിഷ്യൻസി 1 വെച്ചിട്ടല്ല അത് എംപ്റ്റി ചെയ്യാൻ പറ്റുള്ളൂ, അല്ല ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ പാർട്ട് വെച്ചിട്ട് ആകെ 144 പാർട്ട് ഉണ്ട്, യൂണിറ്റ് ഉണ്ട്. അല്ലെ ഒരു യൂണിറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ആകെ എത്ര സമയം എടുക്കും? ഒക്കെ മിനിറ്റുകളിലാണ് യൂണിറ്റ്. 144 മിനിറ്റ് എടുക്കുന്നു കിട്ടി. ക്ലിയർ അല്ലേ? A tap can fill a tank in 6 hours. After half the tank is filled, 3 more similar taps are opened.
What is the total time taken to fill the tank completely? A tap can fill a tank in 6 hours. After half the tank is filled, 3 more similar taps are opened. What is the total time taken to fill the tank completely? അപ്പൊ നമുക്കറിയാം ഹാഫ് ദി ടാങ്ക് ഫില്ല് ചെയ്യാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? ഫുള്ള് ടാങ്ക് 3 ഫില്ല് ചെയ്യാൻ hours. 3 hours എടുത്തിട്ടുണ്ടാവും. ഇനി ഈ പകുതി നിറയ്ക്കാൻ നമുക്ക് ഒരു പൈപ്പ് ഉള്ളതെന്ന് വെച്ചാലാണ് നമുക്ക് പകുതി നിറയ്ക്കാൻ 3 മണിക്കൂർ എടുക്കുന്നത് അല്ലേ? ഇതുപോലത്തെ ഒരു പൈപ്പ് അല്ല ഇവിടെ ഉള്ളത്. എത്ര പൈപ്പാ? 3 more similar taps are opened. ഇപ്പൊ 4 പൈപ്പുകളുണ്ട്. ഈ പകുതി നിറയ്ക്കാൻ 4 പൈപ്പ് ഉണ്ട്. ഒരു പൈപ്പ് ആണെങ്കിലാണ് ഹാഫ് നിറയ്ക്കാൻ 3 മണിക്കൂർ. അപ്പോൾ 4 പൈപ്പ് ഉണ്ടെങ്കിൽ 2 പൈപ്പ് ആകുമ്പോൾ അതിന്റെ സമയം എന്താവും? നമുക്ക് ഓരോന്ന് വെച്ചിട്ട് ആലോചിക്കാം. 1.5 മണിക്കൂർ. ആ 1.5 മണിക്കൂറാവും 2 പൈപ്പ് വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ. അപ്പോ 2ന്റെ ഇരട്ടിയല്ലേ 4? വീണ്ടും അതിന്റെ ഇരട്ടിയല്ലേ? അപ്പോ 4 പൈപ്പ് വർക്ക് ചെയ്യണ്ടെങ്കിൽ എത്ര മിനിറ്റ് എടുക്കുക? 3/4. 3/4. 3/4 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ്സ്. അപ്പൊ ടോട്ടൽ ഇപ്പോ പൈപ്പ് ഫില്ല് ചെയ്യാൻ എത്ര ടോട്ടൽ ടൈം ടേക്കണെന്ന് ചോദിച്ചേക്കുന്നത്? എത്ര സമയം എടുത്തു? 45. അല്ല, ആദ്യത്തെ പകുതി ഫില്ല് ചെയ്യേണ്ട വേറെ രക്ഷയില്ല. 3 hour 45 minutes അല്ലേ ടോട്ടൽ എടുത്ത അല്ലേ? Yes, sir. Yes, sir. അപ്പൊ ഇങ്ങനെ ആലോചിക്കാം. കാരണം ഇങ്ങനെ ആലോചിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം എനിക്ക് തോന്നണേ. അല്ലെങ്കിൽ നമുക്ക് ഇതിലും കൂടുതൽ സമയം എടുക്കും. പകുതി നിറയ്ക്കാൻ ഒരു പൈപ്പിന് 3 മണിക്കൂർ, ബാക്കി പകുതി നിറയ്ക്കാനടുത്ത് ഒരു പൈപ്പ് ഉള്ള എത്ര പൈപ്പ് ഉണ്ട്? 4 പൈപ്പ് ഉണ്ട്. ഒരു പൈപ്പ് ആണെങ്കിൽ 3 മണിക്കൂറാണ് എടുക്കുക. 2 പൈപ്പ് ആകുമ്പോൾ ഇപ്പോൾ 1.5 മണിക്കൂറായി. എൻ്റെ പകുതി സമയം എടുത്തു. 4 പൈപ്പ് ആകുമ്പോൾ എൻ്റെ വീണ്ടും പകുതി സമയം. അങ്ങനെ ആലോചിച്ചാൽ മതി. 45 മിനിറ്റ് എടുത്തു. ടോട്ടല് ടാങ്ക് ഫില്ലാവാപ്പോൾ 3 മണിക്കൂർ 45 മിനിറ്റ്. ശരിയാണ്. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം 3 പൈപ്പുകളുണ്ട്. എ ബി സി 20 10 അല്ല 6/11 നോക്കാം. എയുടെ ഏത് ലിക്വിഡാണ് നിറയ്ക്കണത്? പി, ബി ക്യൂവും സി ആറാണ് നിറയ്ക്കുന്നത്. LCM എടുത്തു 60. ഇവിടെ 2 3 6 തന്നെ എഫിഷ്യൻസീസ്. ഇനി എന്താ പറഞ്ഞേക്കണേ? എല്ലാം 3 പൈപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദി പ്രൊപ്പോർഷൻ ഓഫ് ദി സൊല്യൂഷൻ ആർ? ഇതിന്റെ സൊല്യൂഷന്റെ പ്രൊപ്പോർഷൻ ആണ് നമുക്ക് വേണ്ടത്. ആഫ്റ്റർ 3 മിനിറ്റ്സ് 3 മിനിറ്റ് കഴിഞ്ഞാൽ ആ ടാങ്കിൽ ആറിന്റെ പ്രൊപ്പോർഷൻ ആണ് വേണ്ടത്. ഇപ്പൊ 3 മിനിറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ 6 എത്രയാവും? 6 × 3 18 ഭാഗമാണ് ടോട്ടൽ 6 ഉണ്ടാവുക. 3 മിനിറ്റ് വർക്ക് ചെയ്യുമ്പോൾ 2 + 3 5 + 6 11 × 3 33 പാർട്ടാവും ആകെ ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ 18 ഭാഗമാണ് എന്ത് വരിക? ലിക്വിഡ് 6 വരിക. അത് എത്രയാന്നുള്ളതാണ് ചോദിച്ചേക്കണേ. ഇത് 3 കോമൺ ആയതുകൊണ്ട് വെട്ടിച്ചെറുതാക്കി കഴിഞ്ഞാൽ ശരിയാണ്. 6/11 ആണ് ആറിന്റെ പ്രൊപ്പോർഷൻ വരിക. ഇതില് 3 മിനിറ്റിന് ശേഷം. പറഞ്ഞോ. കുഴപ്പമില്ലല്ലോ, ഏത് മിനിറ്റ് ആയാലും പ്രൊപ്പോർഷൻ സെയിം ആയിരിക്കില്ലേ? മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പ്രൊപ്പോർഷണാലിറ്റി മാറില്ല. ശരിയാണ്. ഡയറക്റ്റ് എടുത്താലും മതി. 6/11 എടുത്താലും മതി. ശരിയാണ്. ഒരേപോലെയാണല്ലോ വരെ ഫില്ല് ചെയ്യണത്. ക്ലിയർ ആണ്. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 taps A, B and C can fill a tank in 12, 15 and 20 hours respectively. If A is open all the time, B and C open for 1 hour each alternatively, the tank will be full in 7 hours. 7 hours. ശരിയാണ്. ക്ലിയർ അല്ലേ? പറയേണ്ട ആവശ്യമില്ലല്ലോ. LCM എടുത്തു. എയും ബിയും കൂടി ഫസ്റ്റ് അവർ വർക്ക് ചെയ്ത അടുത്ത അവർ വർക്ക് ചെയ്യാരൊക്കെയാവും? അപ്പൊ 9 യൂണിറ്റ് അവർ ഫില്ല് ചെയ്യും ആദ്യത്തെ മണിക്കൂർ. രണ്ടാമത്തെ മണിക്കൂറിൽ എയും സിയും കൂടി വർക്ക് ചെയ്യുക. 8 യൂണിറ്റ് ഫില്ല് ചെയ്യും. അങ്ങനെ 2 മണിക്കൂറിൽ അപ്പൊ 17 യൂണിറ്റ് വെച്ചിട്ടാണ് ഫില്ലായി പോണേ. അപ്പൊ 60ന്റെ അടുത്തുള്ള 17ന്റെ മൾട്ടിപ്പിൾ നോക്കുക 51 അപ്പൊ 6 മണിക്കൂർ അങ്ങനെ ഫില്ലായി. അങ്ങനത്തെ 3 കേസ് 17 × 3 ആണല്ലോ. 3 × 2 6 മണിക്കൂർ അങ്ങനെ പോയി.
പിന്നെ വീണ്ടും ആദ്യം ആരാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ബി വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. എയും ബിയും കൂടി തുടങ്ങി. ഇപ്പോൾ എയും ബിയും കൂടി തുടങ്ങുകയാണെങ്കിൽ 1 മണിക്കൂറിന്റെ 9 കൂടി ഫില്ലായപ്പോൾ 60 ഫില്ലായി. അപ്പൊ പിന്നെ ഇനി നിറയ്ക്കാല്ലേ. അപ്പോൾ മൊത്തം 7 മണിക്കൂർ കൊണ്ട് നമ്മുടെ ടാങ്ക് ഫില്ലായി കിട്ടി. ക്ലിയർ അല്ലേ? എ പൈപ്പ് ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 5 hours while another pipe can empty it in 6 hours. If both pipes are open simultaneously, how much time will it take to fill the tank? ഒരാൾ പറഞ്ഞ ആൻസർ 5, 6, 30, 30. 30/5, 6, 30/6 -5. അപ്പോൾ 1 യൂണിറ്റ് വെച്ചിട്ടാണ് എന്തുണ്ടാവുക? 1 അവറിൽ ഫില്ലാവുക അല്ലേ? സോറി 26 അല്ല. Pipe A can fill a tank in 5 hours while pipe B can empty it in 6 hours. Both pipes are open simultaneously. How much time it will take to fill the tank? ശരിയാണ്. സോറി. അപ്പോൾ 1 മണിക്കൂറിൽ 1 യൂണിറ്റ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആകെയുള്ളത് 30 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് വെച്ചിട്ട് 30 യൂണിറ്റ് ഫില്ല് ചെയ്യാൻ എത്ര സമയം എടുക്കും? 30 hours. ശരിയാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? 2 pipes A and B are open together to fill a tank. Both pipes fill the tank in time T. If A separately takes 4 minutes more time than to fill the tank and B takes 64 minutes more time than T to fill the tank, what is the value of T? അത് ഇവിടെ ഒരു ടുഗദർ എന്ന് പറഞ്ഞ വാക്കും കൂടി ഒന്ന് കയറ്റിക്ക് വേണേ. നിങ്ങൾക്ക് പെട്ടെന്ന് വല്ലതും ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. 16. അപ്പൊ 2 പൈപ്പുകളുണ്ട്. ടുഗദർ ഓപ്പൺ ടുഗദർ ടു ഫിൽ എ ടാങ്ക്. ബോത്ത് പൈപ്സ് വിൽ നമുക്ക് തന്നിട്ടുള്ള ടുഗദർ ഫിൽ എ ടാങ്ക് ഇൻ time T. A separately takes 4 minutes more time to fill the tank and B takes 64 minutes more time than T to fill the tank. ഇപ്പൊ നമ്മൾ ഇന്നലെ ഒരു റിലേഷൻ പഠിച്ചു. എന്താ? ടീനേക്കാളും കൂടുതലുള്ള സമയങ്ങൾ തരികയാണെങ്കിൽ റൂട്ട് ഓഫ് ആ കൂടുതലുള്ള സമയങ്ങളുടെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു മനസ്സിലായി? ടുഗദർ ഫിൽ ചെയ്യേണ്ട ടൈം കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2, റൂട്ട് 64 8. അപ്പൊ 8 × 2 നമുക്ക് കിട്ടി 16 hours കൊണ്ടാണ് ഒരുമിച്ച് ടാങ്ക് ഫിൽ ചെയ്യാൻ പറ്റുക. ക്ലിയർ അല്ലേ? Yes, sir. യെസ്. ഇതെവിടെ ഫിൽ ദി ടാങ്ക് ടുഗദർ എന്ന് വെച്ചില്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരുന്ന പോലെയുള്ളത് കൊണ്ടാണ് ഞാൻ തന്നത്. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2 taps A and B alone can fill a tank in 10 hours and 30 hours respectively. Pipes are opened together. It is found that due to leakage in the bottom of the tank, it took 90 minutes more to fill the tank. And how much time will leakage take to empty the full tank? കിട്ടിയ 10, 30 എക്കും ബിക്കും. ഇപ്പൊ ഒരുമിച്ച് ചെയ്യാനുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. അതിനേക്കിലും 90 മിനിറ്റ് കൂടുതലാണ് 3 പേരും കൂടിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സമയം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരുമിച്ചുള്ളത് കണ്ടുപിടിക്കണം. ആദ്യം 30, 3, 1, 4. 30/4 7.5 മണിക്കൂറാണ് എക്കും ബിക്കും ഒരുമിച്ച് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം. ലീക്കേജ് വന്നപ്പോൾ 90 മിനിറ്റ് കൂടുതൽ. 90 എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ കൂടുതൽ എടുക്കുന്നുണ്ട്. 9 മണിക്കൂറാണ് ലീക്കേജ് കൂടി വന്നപ്പോൾ അവർക്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം. അങ്ങനെയാണെങ്കിൽ ലീക്കേജിന് മാത്രം ഫുൾ ടാങ്ക് എംപ്റ്റി ചെയ്യാൻ എത്ര സമയം എടുക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഒന്നെങ്കിൽ എയും ബിയും സിയും ഇട്ടിട്ട് ചെയ്യാം. എ ബി സി ഇട്ടിട്ട് ചെയ്യാം. എന്നിട്ട് ഒന്ന് സി കണ്ടുപിടിച്ചാൽ മതി. എ ബി സി നമുക്കിപ്പോൾ കിട്ടി 9 hours അല്ലേ. എയുടെ 10, ബിയുടെ 30, എ ബി സിയുടെ 9. LCM 90 ആവും വരെ. 90/10 9, 90/30 3, 90/9 പറഞ്ഞാൽ 90/9 പറഞ്ഞാൽ 10.
അപ്പോൾ 12 വരുന്നിടത്ത് 10 വന്നെന്ന് പറഞ്ഞാൽ 2 ഭാഗം വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എം ടി ആവുന്നുണ്ട്. ഇപ്പൊ 90/2 45 മണിക്കൂറാണ് ലീക്കേജിന് എം ടി ജി എടുക്കുക ഫുൾ ടാങ്ക്. ചെയ്തത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എക്ക് ടാങ്ക് ഫില്ല് ചെയ്യാൻ 10 മണിക്കൂർ, ബിക്ക് 30 മണിക്കൂർ. അപ്പൊ ടുഗദർ അവർക്ക് രണ്ടുപേരും കൂടി ഫില്ല് ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. കാരണം ലീക്കും കൂടി ഉള്ളത് കൊണ്ട് ടുഗദർ അവർക്ക് ഫില്ല് ചെയ്യാൻ എടുക്കണമെങ്കിലും 90 മിനിറ്റ് കൂടുതലാണ് ഇപ്പൊ എടുക്കണേന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പൊ അതിന് ആദ്യം ടുഗദർ എത്ര സമയം കൊണ്ടാണ് സാധാരണ ഫില്ല് ചെയ്യാന്നുള്ളത് കണ്ടുപിടിക്കണം. എന്നാലാണ് അതിനേക്കിലോ 1.5 മണിക്കൂർ കൂടുതൽ അല്ലെങ്കിൽ 90 മിനിറ്റ് കൂടുതലുള്ള സമയം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? ടുഗദർ ഉള്ളത് കണ്ടുപിടിച്ചു. എഫിഷ്യൻസി എയുടെ 3ഉം ബിയുടെ 1ആണ്. അപ്പൊ 4ആണ് രണ്ടുപേരും വർക്ക് ചെയ്യണമെങ്കിൽ എഫിഷ്യൻസി. 30ആണ് ടോട്ടൽ യൂണിറ്റ് എന്ന് വെച്ചാൽ 30/4 ചെയ്താൽ നമുക്ക് 7.5 മണിക്കൂറാണ് എക്കും ബിക്കും ടുഗദർ ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കണമെന്ന് കിട്ടി. ഇനി ലീക്കും കൂടി വന്നപ്പോൾ അത് 1.5 മണിക്കൂർ 90 മിനിറ്റ് കൂടുതൽ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 9 മണിക്കൂറാണ് എയും ബിയും ലീക്കും കൂടിയിട്ട് നമുക്ക് ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കണ സമയം എന്ന് കിട്ടി. 9 മണിക്കൂർ. അപ്പൊ അത് വെച്ചിട്ട് എയും ബിയും ലീക്കും കൂടിയിട്ട് ഇത് ലീക്കിന്റെ കണ്ടീഷനാണ്. ഇത് ലീക്കിന്റെ കണ്ടീഷനാണ്. എയും ബിയും ലീക്കും കൂടിയിട്ട്, സി അല്ല ലീക്ക്, 3ഉം കൂടിയിട്ട് 9 മണിക്കൂർ കൊണ്ടാണ് എടുക്കണേ. എയുടെയും ബിയുടെയും നമുക്ക് തന്നിട്ടുണ്ട് സമയം സെപ്പറേറ്റ്ലി. അതും 3ഉം കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൽ സിയും കിട്ടി 90. 90/10 എഫിഷ്യൻസീസ് പുതിയത് കണ്ടുപിടിച്ചു. ഇപ്പൊ 9+3 12 ഫില്ലിന്റെ അടുത്ത് 10 അവിടെ ഫില്ല് ആവണല്ലോ ലീക്കും കൂടി ഉള്ളത് കൊണ്ട്. അപ്പൊ 2 ഭാഗം ലീക്ക് എം ടി ചെയ്യേണ്ടത് മനസ്സിലായി. 90 യൂണിറ്റിന് ആകെ എം ടി ഉള്ളത് അല്ലെങ്കിൽ കപ്പാസിറ്റി വരുന്നത്. 2 യൂണിറ്റ് വെച്ചിട്ട് എം ടി ചെയ്യുകയാണെങ്കിൽ 90/2 ചെയ്ത് കഴിഞ്ഞാൽ 45 മണിക്കൂർ കൊണ്ട് മൊത്തം എം ടി ആവും എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടും. ഞാൻ അതല്ല, ചിലവർക്ക് ഇതുമ്പോൾ തന്നെ ചെയ്യാൻ തോന്നാം. അപ്പൊ അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 10, 30, 3, 1, 4 ഇതെന്ന് പറയുന്നത് എയുടെയും ബിയുടെയും കൂടിയിട്ടുള്ള എഫിഷ്യൻസിയാണ് 4. ഓക്കെ. ഇനി എയും ബിയും സിയും വരുമ്പോൾ കപ്പാസിറ്റി നമുക്ക് ഇവിടെ ബുദ്ധിമുട്ട് വരും. കാരണം ഇതിൽ ചെയ്യുമ്പോൾ കപ്പാസിറ്റി നമ്മൾ 30 എടുത്തേക്കണേ. ഇവിടെ എയും ബിയും സിയും വരുമ്പോൾ 9 മണിക്കൂർ കൊണ്ടാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പൊ 30/9 എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ട് പിന്നെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 30/9 എന്ന് പറഞ്ഞ എത്ര വരിക? 10/3 പറഞ്ഞ അതാണ് അതിന്റെ എന്ത് വരുന്നത്? എയും ബിയും സിയും കൂടുമ്പോൾ എഫിഷ്യൻസി വരുന്നത്. ലീക്കിന്റെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 4 - 4 വരേണ്ട അടുത്ത് 10/3 1/3 വരുന്നുള്ളൂ. അപ്പൊ 2/3 വെച്ചിട്ടാണ് എം ടി ആവണേ. അപ്പൊ 30/2/3 ചെയ്താലും നമുക്ക് ഉത്തരം കിട്ടും. 45/2 തന്നെ കിട്ടി. 90/2 കിട്ടി. 45 ഹവേഴ്സ്. അതും തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഈ യൂണിറ്റ് ബുദ്ധിമുട്ടാവേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ സെപ്പറേറ്റ്ലി എടുത്ത് ചെയ്തത്. കാരണം ഇവിടെ കപ്പാസിറ്റി മാറുന്നുണ്ട്, കപ്പാസിറ്റി ചേഞ്ച് ആവുന്നുണ്ട്. എൽ സി എമ്മിൽ ഡയറക്റ്റ് ഡിവിസിബിൾ ആവണമെങ്കിൽ ഇതാവുമ്പോൾ ഡയറക്റ്റ്ലി ഡിവിസിബിൾ അല്ല, ഫ്രാക്ഷൻ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും എടുത്ത് എഴുതിയത് മാത്രം. നേരിട്ട് ചെയ്താലും ഒരു പ്രശ്നമില്ല. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 taps A and B alone can fill a tank in 20 and 30 minutes respectively. How much time will it take to fill the empty tank completely if the taps are opened alternatively for 1 minute if filling is started by tap B? ഒന്ന് ചെയ്തേ, എന്തായാലും ചെയ്യാൻ കിട്ടുന്ന ക്വസ്റ്റ്യൻ. 24. 24. ഇതില് ഈ കേസിൽ സമ്മ് 5 60ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ പിന്നെ വേറെ ചെക്ക് ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് 5 പാർട്ട് ഫില്ല് ചെയ്യാൻ 2 മിനിറ്റ് എടുക്കേണ്ടതെന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. 60/5 ചെയ്തതിന് ശേഷം ഇൻറ്റു 2 കൂടി ചെയ്താലാണ് ഉത്തരം കിട്ടുക. കാരണം ഈ 5 യൂണിറ്റ് നിറയ്ക്കാൻ തന്നെ 2 മിനിറ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ 12 × 2 24 മിനിറ്റ്. ഉത്തരം ശരിയാണ്. കാരണം ആദ്യത്തെ മിനിറ്റിൽ ബി നിറച്ചു, രണ്ടാമത്തെ മിനിറ്റിൽ എ നിറച്ചു. അപ്പൊ 2 മിനിറ്റ് കൊണ്ടാണ് 5 യൂണിറ്റ് നിറയ്ക്കുന്നത്. പിന്നെ വീണ്ടും ബി നിറച്ചു, പിന്നെ എ നിറച്ചു, പിന്നെ വീണ്ടും ബി നിറച്ചു, എ നിറച്ചു, അങ്ങനെയാണ് പോണത്. അപ്പൊ ആദ്യം നമ്മൾ പെട്ടെന്ന് എത്തേണ്ടത് 60ന്റെ അടുത്തുള്ള ഈ 5ന്റെ മൾട്ടിപ്പിൾ നോക്കി കറക്റ്റ് മൾട്ടിപ്പിൾ ആണ്. അപ്പൊ പിന്നെ വേറെ വെരിഫൈ ചെയ്യാനൊന്നുമില്ല. പിന്നെ ഓരോ 5 യൂണിറ്റും ഫില്ല് ചെയ്യാൻ 2 മിനിറ്റ് എടുക്കേണ്ടതെന്നുള്ളത് ശ്രദ്ധിക്കണം. ഇൻറ്റു 2 ചെയ്യണം. അപ്പോൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരമായി. ക്ലിയർ അല്ലേ? ഇതെല്ലാവർക്കും കിട്ടുന്നതല്ലേ? വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 2 pipes A and B can separately fill a cistern in 15 minutes and 18 minutes respectively, while a third pipe C can empty it in 6 minutes. 2 pipes A and B are kept open for 6 minutes in the beginning and then the third pipe is also opened. What time the cistern be emptied? 3 പൈപ്പും കൂടുമ്പോൾ അപ്പം
പുറത്തേക്കാണ് പോണേ. അല്ലെങ്കിൽ എം ടി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ വരില്ലേ, എഫിഷ്യൻസി നെഗറ്റീവിലാവും. 3 പൈപ്പും കൂടി ഓപ്പൺ ചെയ്തു. ഒന്ന് ചെയ്തേ, ആൻസർ പറഞ്ഞു തന്നിട്ട്. 15, 18 എയും ബിയുടെയും. അതിലെ തേർഡ് പൈപ്പ് സി ക്യാൻ എംപ്റ്റി ഇറ്റ് ഇൻ 6 minutes തന്നിട്ട്. എഫിഷ്യൻസി എടുത്തു 90, LCM എടുത്തു 90. ഇത് 6, ഇത് 5, ഇത് -15. ഇത്രയും നമുക്ക് മനസ്സിലായി. ഇനി ഫസ്റ്റ് 6 minutes എയും ബിയും ഓപ്പൺ ചെയ്തിട്ടുള്ള എയും ബിയും കൂടി കഴിഞ്ഞാൽ എന്താ എഫിഷ്യൻസി കിട്ടിയ 11 ഇപ്പൊ 11 × 6, ഫസ്റ്റ് 6 മിനിറ്റിൽ എയും ബിയും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 66 പാർട്ട് ഫില്ലായിട്ടുണ്ട്. ഈ തേർഡ് പൈപ്പും കൂടി ഓപ്പൺ ചെയ്യുമ്പോൾ 11 - 15 -4, 4 പാർട്ട് വെച്ച് പുറത്തേക്കാണ് പോവുക. അപ്പൊ ഈ 66 നിറച്ചതല്ല നമുക്ക് പുറത്തേക്ക് വിടാൻ പറ്റുള്ളൂ. നിറച്ചത് 66 അത് 4 പാർട്ട് വെച്ച് പുറത്തേക്ക് പോവുകയാണെങ്കിൽ എത്ര സമയം കൊണ്ട് കംപ്ലീറ്റ്ലി എംപ്റ്റി ആവും? 66/4 എത്ര കിട്ടണേ? 16. 2/4 എന്ന് പറഞ്ഞാൽ 1/2. ചെയ്തത് മനസ്സിലായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പറയാം, ഒന്നുകൂടി പറയാം. എക്കും ബിക്കും സിക്കും കൂടിയിട്ട് ഉള്ള എഫിഷ്യൻസി നമ്മൾ കപ്പാസിറ്റി ഓഫ് ദി ടാങ്ക് കണ്ടുപിടിച്ചു, 90. എയും ബിയും കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ 11 യൂണിറ്റ് വെച്ചിട്ടാണ് 1 മിനിറ്റിൽ നിറയ്ക്കുക. അങ്ങനെ 6 മിനിറ്റിൽ ആദ്യം നിറച്ചിട്ടുണ്ട് എയും ബിയും മാത്രം. അപ്പൊ 66 യൂണിറ്റ് അതിന്റെ ഫില്ലായിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? മൂന്നാമത്തെ പൈപ്പും കൂടി തുറന്നു. അപ്പൊ 3 പൈപ്പും കൂടി തുറക്കുകയാണെങ്കിൽ 6 + 5 11 +11 -15 കൂട്ടുമ്പോൾ -4, 4 ഭാഗം വെച്ചിട്ട് പുറത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈ 66 4 ഭാഗം വെച്ച് പുറത്തേക്ക് പോകുമ്പോൾ ഓരോ മിനിറ്റിലും 4 ഭാഗം വെച്ച് പോയി 66 പുറത്തേക്ക് മൊത്തം കംപ്ലീറ്റ്ലി പോവാൻ 66/4 16 1/2 മിനിറ്റ് എടുക്കും. ക്ലിയർ അല്ലേ? 2 pipes A and B working 12 and 20 minutes respectively both to fill the cistern. LCM എടുത്തു 60, 5, 3 കണ്ടുപിടിച്ചു. എഫിഷ്യൻസീസ് കണ്ടുപിടിച്ചു. ബോത്ത് ഓപ്പൺ ടുഗദർ ബട്ട് 6 minutes ബിഫോർ ദി സിസ്റ്റം ഗെറ്റ്സ് ഫിൽഡ് പൈപ്പ് എ ഇസ് ക്ലോസ്ഡ്. ഫില്ല് ആവണേക്കിൽ 6 മിനിറ്റ് മുമ്പ് പൈപ്പ് എ ക്ലോസ് ചെയ്തു എന്ന് പറയുമ്പോൾ അവസാനത്തെ 6 മിനിറ്റ് ഏത് മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ? പൈപ്പ് ബി മാത്രമാണ് വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ 6 × 3 18 ഭാഗം അങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവും. ആകെയുള്ളത് എത്ര യൂണിറ്റ്? 60 യൂണിറ്റ് ആണ്. അതിൽ 18 യൂണിറ്റ് അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇനി എത്ര യൂണിറ്റ് ഉണ്ട്? 42 യൂണിറ്റ് ഉണ്ട്. ഇത് നിറയ്ക്കാൻ 2 പൈപ്പുകളുണ്ട്. ഒരുമിച്ചാണല്ലോ ആദ്യം തുടങ്ങിയത്. അപ്പൊ 8 യൂണിറ്റ് വെച്ചിട്ടാണ് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നിറച്ച് പോയിരുന്നത്. അപ്പൊ 42/8 എന്ന് പറഞ്ഞാൽ 5, 2/8 എന്ന് പറഞ്ഞാൽ 1/4. സമയം യൂണിറ്റ് മിനിറ്റിലാണ്. അത്രയും മിനിറ്റ് എടുക്കും. നമ്മളോട് ചോദിച്ചിരിക്കണേ ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ഫിൽ ദി സിസ്റ്റം. മൊത്തം സമയമാണ് ചോദിച്ചിരിക്കണേ. അപ്പൊ 5 1/4 മിനിറ്റ് എയും ബിയും കൂടി ഒരുമിച്ച് ഓപ്പൺ ചെയ്തതും അവസാനത്തെ 6 മിനിറ്റ് പൈപ്പ് ബി മാത്രം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊത്തം എത്ര സമയം എടുത്തിട്ടുണ്ട്? 11 1/4 മിനിറ്റ് എടുത്തപ്പോഴാണ് സിസ്റ്റം എന്തായിട്ടുള്ളത്? ഫില്ലായിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ. ഞാൻ ഈ ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചിട്ടാണ് നേരത്തെ ക്വസ്റ്റ്യനിൽ ചാടി കയറി ഇത് പറഞ്ഞേ. ഇതൊന്നും ശ്രദ്ധിച്ചു നോക്കിയേ. കിട്ടിയ ആൻസർ 6 and 2/3 ആണോ? 6 and എത്ര? 6 and 2/3 ആണോ? വരുമോ? അല്ല. അപ്പൊ ഞാൻ അത് ചെയ്യണേക്കിന് മുമ്പ് ഞങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ പറയാം. ഇപ്പൊ നിങ്ങൾ PSC SSC ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഒരു തൂണിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ കൊടി നമ്മൾ ഇടുന്ന കാലില്ലേ, അപ്പൊ അതിന്റെ ഹൈറ്റ് വരുന്നത് 30 മീറ്റർ ആണ്. ഒരു മങ്കി ഇത് ക്ലൈംബ് ചെയ്യാൻ പോവാണ്. മങ്കിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മങ്കി ഫസ്റ്റ് മിനിറ്റില് 4 മീറ്റർ മുകളിലേക്ക് ചാടിയ സെക്കൻഡ് മിനിറ്റില് 3 മീറ്റർ താഴത്തേക്ക് വീഴും. അപ്പൊ വീണ്ടും 1 മീറ്ററൊക്കെയായി മങ്കിയുടെ അവസ്ഥ. വീണ്ടും അടുത്ത മിനിറ്റിൽ മങ്കി 4 മീറ്റർ മുകളിലേക്ക് ചാടും. അടുത്ത മിനിറ്റിൽ വീണ്ടും 3 മീറ്റർ താഴത്തേക്ക് വരും. അങ്ങനെ മങ്കി ടോപ്പിൽ എത്താൻ എത്ര സമയം എടുക്കും? ഇതിന്റെ ഉത്തരം പറഞ്ഞ ആദ്യം. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അല്ലേ? ഒന്നുകൂടി പറയാം. ഒരു കൊടികാലിന്റെ ഹൈറ്റ് 30 മീറ്റർ ആണ്.
മങ്കിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മങ്കി കൊടുകാല് കയറാണ്. മങ്കിയുടെ പ്രത്യേകത 1 മിനിറ്റില് 4 മീറ്റർ മങ്കി ടോപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ സെക്കൻഡ് മിനിറ്റിലാവുമ്പോൾ നെക്സ്റ്റ് മിനിറ്റില് മങ്കി 3 മീറ്റർ താഴത്തേക്ക് വീഴും. സെക്കൻഡ് മിനിറ്റില് 3 മീറ്റർ താഴത്തേക്ക് വീഴും. അങ്ങനെ വീണ്ടും അടുത്ത മിനിറ്റില് 4 മീറ്റർ മുകളിലേക്ക് പോകും. പിന്നെ അടുത്ത മിനിറ്റില് 3 മീറ്റർ താഴത്തേക്ക് വീഴും. പിന്നെ വീണ്ടും അടുത്ത മിനിറ്റില് 4 മീറ്റർ മുകളിലേക്ക് കയറും. പിന്നെ വീണ്ടും താഴത്തേക്ക് 3 മീറ്റർ കയറും. അങ്ങനെയാണെങ്കിൽ മങ്കിക്ക് ടോപ്പിലെത്താൻ എത്ര സമയം എടുക്കും? 30 minutes. ബാക്കിയുള്ളവര് വേറെ ഉത്തരങ്ങളുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എല്ലാവരും 30 ഉറച്ചാ? ഇല്ല, 30 ഇല്ല, ഇതില്ല, 30 ഇല്ല. 60 ആണ് സർ. 60. 60 എല്ലാവരും ഉറച്ചുണ്ടാ? എനിക്ക് അതാണ് വേണ്ടത്. അങ്ങനെയല്ല, എന്തുകൊണ്ട്? എന്തുകൊണ്ടല്ലേ? എന്തോ പ്രശ്നമുണ്ട്. അതായത് ഞാൻ മീറ്റർ പ്രശ്നമുള്ള താഴത്തേക്ക് ഞാൻ ആദ്യം പറയട്ടെ. പോകും. പ്രശ്നമുള്ളത് ഞാൻ ആദ്യം പറയാം. അപ്പൊ അവസാനത്തെ 1 മിനിറ്റില് ആള് 26 വരെ എത്തിണ്ടെന്ന് വെച്ചോ. 26 മീറ്റർ എത്തിക്കഴിഞ്ഞാൽ അടുത്ത 1 മിനിറ്റില് ആള് 4 മീറ്റർ മുകളിലേക്ക് ചാടുമ്പോൾ ആൾ എവിടെ എത്തി? ടോപ്പിലെത്തി, 30 മീറ്റർ എത്തി. പിന്നെ അയാൾ താഴത്ത് ഇറങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ 26 മീറ്റർ പോകാൻ എത്ര സമയം എടുക്കും എന്നുള്ളത് നോക്കി കണ്ടുപിടിക്കണം. പിന്നെ 1 മിനിറ്റ് കൂടി മതി. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടാ? സാർ മനസ്സിലായി. അത് 4 അതിന്റെ ഒരു പ്രാവശ്യം ചാടുന്ന മീറ്റർ അങ്ങോട്ട് കുറയ്ക്കുക. ആദ്യം ചെയ്യേണ്ട ടാസ്ക് ടോട്ടൽ ഹൈറ്റ്. എന്നിട്ട് അത് എത്താൻ എടുക്കുന്ന സമയം ആദ്യം കണ്ടുപിടിക്കുക. പിന്നെ 1 മിനിറ്റ് മതിയാവും. ഒറ്റ ചാട്ടത്തിന് മുകളിലെത്തും. പിന്നെ താഴത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ടോപ്പിൽ എത്താൻ സമയം ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് എന്താ? 4 മീറ്റർ കയറി 1 മിനിറ്റില്. 2 മിനിറ്റില് അപ്പൊ 1 മീറ്റർ ആണ് എന്തുണ്ടാവണേ? 2 മിനിറ്റ് കൊണ്ട് കയറണേ. അങ്ങനെയാണെങ്കിൽ കയറി 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 26 മീറ്റർ കയറാൻ എത്ര സമയം എടുക്കും? 26 × 2 52 മിനിറ്റ് എടുക്കില്ലേ? എടുക്കോ? Yes, sir. എടുക്കില്ലേ? എടുക്കും. അതുവരെ മനസ്സിലായിണ്ടാ? സാർ. യെസ്. ഇനി അടുത്ത 30 മീറ്ററിലേക്ക് ഒറ്റ ചാട്ടാ. അതിന് 1 മിനിറ്റ് പോരെ? 53-ാമത്തെ മിനിറ്റില് 30 മീറ്റർ ചാടി ടോപ്പിലെത്തി. ക്ലിയർ അല്ലേ? ഓക്കെ സാർ. ഇതും മനസ്സിലായിണ്ടാ? എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? യെസ് സർ. ഈ സെയിം കോൺസെപ്റ്റ് ആണ് ഈ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഒന്ന് നോക്കി നോക്കി ഈ ക്വസ്റ്റ്യൻ. ആകെ ഇവിടെ കപ്പാസിറ്റി ആണെന്ന് മാത്രം. ടാങ്കിന്റെ കപ്പാസിറ്റി 30 ലിറ്റർ ആണ്. അതിന്റെ പ്രത്യേകത ഒരു ഇൻലെറ്റ് പൈപ്പ് ഉണ്ട്, 5 ലിറ്റർ മിനിറ്റിൽ നിറയ്ക്കും. ഒരു ഔട്ട്ലെറ്റ് പൈപ്പ് ഉണ്ട്, 4 ലിറ്റർ മിനിറ്റിൽ എംപ്റ്റി ചെയ്യും. അത് ഓൾട്ടർനേറ്റീവ്ലിയാണ് വർക്ക് ചെയ്യണത് 1 മിനിറ്റിന്. അപ്പൊ ഫസ്റ്റ് മിനിറ്റിൽ 5 പാർട്ട് നിറച്ചാൽ അടുത്ത മിനിറ്റിൽ എന്തുണ്ടാവും? 4 പാർട്ട് പുറത്ത് കളയും. അപ്പൊ 2 മിനിറ്റ് കൊണ്ട് എത്ര ലിറ്റർ നിറയ്ക്കാൻ പറ്റുക? 1 ലിറ്റർ അല്ലേ നിറയ്ക്കുക? അങ്ങനെ 25 ലിറ്റർ വരെ അങ്ങനെ നിറയ്ക്കേണ്ടി വരും. അപ്പൊ എത്ര മിനിറ്റ് ആയി? 50 മിനിറ്റ് ആയില്ലേ? പിന്നെ ഒറ്റയടിക്ക് 5 ലിറ്റർ നിറച്ചപ്പോ 30 ലിറ്റർ ഫില്ലായി. അതിന് 1 മിനിറ്റ് പോരെ 5 ലിറ്റർ നിറയ്ക്കാൻ? പോരെ? പിന്നെ അത് എംപ്റ്റി ചെയ്യേണ്ട ആവശ്യമുണ്ടാ? ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ എംപ്റ്റി ചെയ്യേണ്ട കാര്യം അവർ ചോദിച്ചിട്ടില്ലേ? ഫില്ലാവാൻ എത്ര സമയം എടുക്കുന്ന ചോദിച്ചിട്ടുള്ളോ? ഇപ്പൊ 25 ലിറ്റർ വരെ അങ്ങനെ പതുക്കെ പതുക്കെ നിറയ്ക്കേണ്ടി വരും. 50 മിനിറ്റ് കൊണ്ട് 25 ലിറ്റർ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒറ്റ നിറയ്ക്കില്ല 5 ലിറ്റർ, അതില് ടാങ്ക് ഫില്ലായി. അപ്പൊ മൊത്തം എടുത്തത് 51 മിനിറ്റ്. സംഭവം ക്ലിയർ ആണോ? യെസ് സർ. Yes, sir. ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യനും ചിലപ്പോ വരാം. ഈ കോൺസെപ്റ്റ് വൈസ് ഇത് ഇവിടേക്ക് മാത്രമല്ല, ഇതിലേക്ക് വേറെ ക്വസ്റ്റ്യൻസിൽ ഇത് ആവശ്യം വരാം. ഞാൻ ഇപ്പൊ അത് കോൺസെപ്റ്റ് ആവശ്യമുള്ളത് കൊണ്ട് ഇപ്പൊ ഇതിൽ പറഞ്ഞു എന്ന് മാത്രം. ഇത് ഇങ്ങനെയായിട്ടും ക്വസ്റ്റ്യൻ വരാം, അല്ലാണ്ട് വേറെ രീതിയിലും വരാം. വേറെ രീതിയിൽ നിങ്ങൾക്ക് ഇത് അപ്പൊ അത് മനസ്സിലാവണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവണം. ഇതിപ്പോ ക്ലിയർ അല്ലേ? സാർ മനസ്സിലായി. വരുൺ ഓക്കെയാണ് സാർ. ഓക്കെയാണ്. വീണ്ടും അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 taps A, B and C attached to a reservoir. A and B can fill the reservoir alone in 20 and 30 minutes respectively, whereas C can empty the reservoir alone in 45 minutes.
3 taps are kept open for 1 minute each in the order A, B, and C. The same order is followed subsequently. In how many minutes will the reservoir be full? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. അപ്പൊ എയുടെ തന്നിട്ടുണ്ട് അലോൺ 20, ബിയുടെ അലോൺ തന്നിട്ടുണ്ട് 30. സി എം ടി ചെയ്യേണ്ടതാണ്. എത്ര ആൻസർ കിട്ടിയേ? 48 and 2/3 ആണ് സാർ. 48 and 2/3. നോക്കാം. എ അലോൺ 20, ബി 30, സി അലോൺ എം ടി ആണ് 45. നെഗറ്റീവ് എഫിഷ്യൻ ആണ്, ബ്രെയിനിൽ വേണം, നെഗറ്റീവ് ആണ്. എല്ലാ ടാപ്പും കെപ്റ്റ് ഓപ്പൺ ഫോർ 1 minute ഈച്ച് ഇൻ ദി ഓർഡർ. ആദ്യം എ, പിന്നെ ബി, പിന്നെ സി തുറക്കും. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് റിസർവർ ഫുൾ ആവുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതേ എഫിഷ്യൻസീസ് കണ്ടുപിടിക്കേണ്ടി വരും. എന്നെ എൽസിഎം എടുത്തു, 45 ആണ്, 90 20 പോയില്ലേ, അപ്പം 180. ഇപ്പോൾ ഇവിടെ കിട്ടിയ 9, 6, 4 എഫിഷ്യൻസി. ഇത് നെഗറ്റീവിലാണ് എഫിഷ്യൻസി. ഇനി ആദ്യത്തെ മിനിറ്റിൽ 9 വെച്ച് ഫില്ല് ചെയ്യും, പിന്നെ 6 മിനിറ്റ് 6 ഫില്ല് ചെയ്യും, മൂന്നാമത്തെ മിനിറ്റിൽ 4 എം ടി ചെയ്യും. അപ്പോൾ 3 മിനിറ്റ് കൊണ്ട് ഉണ്ടായിരിക്കണ അവസ്ഥ എന്ന് പറയുന്നത് 11 പാർട്ടാണ് ഫില്ല് ആവുക. ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ടാസ്ക് ഈ 180ന്റെ അടുത്ത് വരുന്ന 11ന്റെ മൾട്ടിപ്പിൾ നോക്കുക എന്നുള്ളതല്ല, 180 നമ്മുടെ ആദ്യത്തെ പോസിറ്റീവിലുള്ള ആ ടേം കുറയ്ക്കുക എന്നുള്ളതാണ്. 180 15 കുറച്ചു. അപ്പൊ എത്ര കിട്ടി? 165 കിട്ടി. ഈ 165 11ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ട ടാസ്ക്. അപ്പൊ 165/11 ചെയ്തപ്പോ 11 × 15 കിട്ടി. അപ്പൊ 15 പ്രാവശ്യം പോവും. പക്ഷെ ഓരോ 11ലും 3 ഉള്ളത് കൊണ്ട് അങ്ങനെ 45 മിനിറ്റ് നമുക്ക് കിട്ടി. ഇനി വീണ്ടും ശ്രദ്ധിക്കുക, 46ാമത്തെ മിനിറ്റില് എ നിറച്ചു. അപ്പൊ 165 കൂടെ 9 കൂട്ടിയ 174 ഫില്ലായി, 46 മിനിറ്റ്. 47ാമത്തെ മിനിറ്റില് ബി നിറച്ചു. ഇപ്പൊ 180, ടാങ്ക് ഫുള്ളായി. ഇപ്പൊ എത്ര മിനിറ്റ് കൊണ്ട് ഫില്ലായി? ഇപ്പോ 47 മിനിറ്റില് ടാങ്ക് ഫില്ലായി, നമുക്ക് ആൻസർ കിട്ടി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല സാർ, ക്ലിയർ. ഇപ്പൊ ഇവിടെ തെറ്റാനൊരു സാധ്യതയുണ്ട്. അതിനാണ് ഞാൻ തൊട്ട് മുമ്പത്തെ കോൺസെപ്റ്റ് പറഞ്ഞത്. തൊട്ട് മുമ്പത്തെ കോൺസെപ്റ്റ് പറഞ്ഞതിനുള്ള റീസൺ ഈ ഒരു ക്വസ്റ്റ്യൻ നെഗറ്റീവ് എഫിഷ്യൻസി വരുമ്പോൾ ഇങ്ങനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ 180ന്റെ അടുത്തുള്ള 11ന്റെ മൾട്ടിപ്പിൾ നോക്കുകയാണെങ്കിൽ 178 കിട്ടും. 178 എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉത്തരം എൻറ്റയർലി ഡിഫറെന്റ് ആവും കിട്ടുക. പക്ഷെ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. കറക്റ്റ് എന്തിലും അവസാനിക്കാം? ബിയിൽ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. നെഗറ്റീവ് എഫിഷ്യൻസി വരാണ്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് വെരിഫൈ ചെയ്യാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 180 15 കുറയ്ക്കുക, പോസിറ്റീവുള്ള എഫിഷ്യൻസി കൂട്ടിയിട്ട് കുറയ്ക്കുക. അതാണല്ലോ ഓർഡർ. അത് കുറച്ച് കഴിഞ്ഞ് 165 കിട്ടി. 165 11ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാം. ഇൻ കേസ് 11ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ പിന്നെ വേറെ സാധ്യതകളില്ല. ഇൻ കേസ് കുറയ്ക്കുമ്പോൾ 165 താഴെയുള്ള ഒരു നമ്പറാണ് കിട്ടുന്നത്. 180 - 15 പകരം അവിടെ 9ഉം 7ഉം ആയിരുന്നു, 16 ആയിരുന്നു എന്ന് കിട്ടിയ 164 കിട്ടും. 164 എന്തിന്റെ മൾട്ടിപ്പിൾ അല്ല? 11ന്റെ മൾട്ടിപ്പിൾ അല്ല. പിന്നെ 164 കൂടെ 15 കൂട്ടി കഴിഞ്ഞാൽ 180 ആവൂല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത മൾട്ടിപ്പിൾ നോക്കണം. ഈ കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുള്ള അടുത്ത 11ന്റെ മൾട്ടിപ്പിൾ വെച്ചിട്ട് വേണം വെരിഫൈ ചെയ്ത് ബാക്കി ചെയ്യാൻ. ഈ കേസിൽ, ഈ പർട്ടിക്കുലർ കേസിൽ ക്ലോസ് അല്ല. അപ്പൊ പിന്നെ നമുക്ക് 165 തന്നെ നമുക്ക് 11ന്റെ മൾട്ടിപ്പിൾ കിട്ടി. അപ്പൊ പിന്നെ വേറെ ചെയ്തിട്ട് സമയം കളയേണ്ട ആവശ്യം ഇല്ല. ചെയ്ത് കഴിഞ്ഞ ഉത്തരം കിട്ടി. 165 ഈ കുറച്ച് കഴിഞ്ഞുള്ള നമ്പർ 165 എന്ന് പറയുന്നത് ആ നമ്പറിൽ കൂടെ ഈ പറയുന്ന പോസിറ്റീവ് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180ന് മേലെ പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇൻ കേസ് അത് കുറയ്ക്കുമ്പോഴുള്ള നമ്പർ ഇതൊന്ന് 180 കൂടെ 16 ആയിരുന്നു കുറയ്ക്കേണ്ടിയിരുന്നത്. കുറച്ചപ്പോൾ 164 കിട്ടിയിരുന്നതെങ്കിൽ അപ്പൊ ഇവിടെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് വരും. കാരണം 164 കഴിഞ്ഞ് കഴിഞ്ഞാൽ
അടുത്ത ശ്രദ്ധിക്കുക, 11ന്റെ മൾട്ടിപ്പിൾ. ഈ കേസും കൂടി നോക്കണണ്ട. 11ന്റെ മൾട്ടിപ്പിള് 164 കഴിഞ്ഞ് കഴിഞ്ഞാൽ 165 ആണ് വരിക. 165 ആണ് വരിക. പക്ഷെ ആ 165 കൂടെ 11 കൂട്ടിയാലും നമുക്ക് എത്ര എത്തില്ല? 160 എത്തില്ല, 150 എത്തില്ല. അല്ലെങ്കിൽ ആ ശരി, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര ആലോചിച്ചാൽ മതി. ഇനി അത് കോംപ്ലിക്കേറ്റഡ് ആവുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ സംഭവം ചെയ്തത് മനസ്സിലായിട്ടുണ്ടാ? യെസ് സർ. നമ്മൾ തൊട്ട് മുമ്പത്തേലെ ഇവിടെ ഈ അപ്ലൈ ചെയ്ത പോലെ ഇവിടെ ഒരു ലാസ്റ്റ് പോസിബിലിറ്റി കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം. അതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ അത് ടോട്ടല് കപ്പാസിറ്റി 150 യൂണിറ്റ് ആണെങ്കിൽ ഇതിൽ ലാസ്റ്റ് എ വെച്ച് എൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ലാസ്റ്റ് എ ഫില്ല് ചെയ്തിട്ട് നിർത്താനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് ബി ഫില്ല് ചെയ്തിട്ട് നിർത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരിക്കലും അവസാനം ഏത് ഫില്ല് ചെയ്തിട്ട് നിർത്താനുള്ള സാധ്യത ഇല്ല? സി. എം ടി ചെയ്യണ പൈപ്പ് തുറന്നിട്ടിട്ട് ഒരിക്കലും ടാങ്ക് ഫില്ലാവോ? ഫില്ലായ ചരിത്രം എന്താ? ഇല്ല ഇല്ല. ഇല്ല. ആ ഒരു ലോജിക്കാണ് ഇവിടെ ആലോചിക്കേണ്ടത്. ബാക്കിയൊന്നും പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും 11 വെച്ച് അവസാനിക്കുന്ന കേസ് മൾട്ടിപ്പിൾ മാത്രം ചെക്ക് ചെയ്താൽ പോരാ, ഈ ഒരു പോസിബിലിറ്റി കൂടി ചെക്ക് ചെയ്യണം. തൊട്ട് മുമ്പത്തെ ചെയ്ത ആ ഒരു ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കിയേ. ഇതൊന്ന് ഉത്തരം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ആൻസർ പറഞ്ഞെന്നുള്ള. നിങ്ങളുടെ കഴിവ് തെളിയിക്ക്, ലോജിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നോക്കട്ടെ. സംഭവം ഒരു 10 സെക്കൻഡ് കൊണ്ട് ഉത്തരം പറയാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ച് ശരിക്കും മനസ്സിലായിണ്ടായി. സാർ 2 എന്നാണോ കിട്ടുക? എത്ര? 2 എന്നാണോ കിട്ടുക? 2-1. 2 വെറും 2. വെറും 2 അല്ല, സാധ്യത കുറവാ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, വെരിഫൈ ചെയ്യേണ്ടി വരും. 2 ആവാൻ സാധ്യത കൂടുതൽ. ഇപ്പൊ ഇരട്ടി വലിപ്പമുള്ള ടാങ്ക് ആണ് കേട്ടോ ഇപ്പൊ ഫില്ല് ചെയ്യണ്ടേ. ട്വൈസ് ആസ് ബിഗസ്റ്റ് ഫസ്റ്റ് വൺ ആണ്. അപ്പൊ ഇത് ചെയ്യേണ്ടത് ശരിക്കും ഞാൻ ഒരു ലിങ്ക് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണ്ട. ഓക്കെ സാർ. ഓക്കെ, ഇത് ലിങ്ക് ചെയ്യേണ്ടത് √(x(y) ആ ഫോമിലേക്കാണ്. ഒന്നുകൂടി നോക്കിക്കേ, ടുഗദറിന്റെ കിട്ടാൻ. ഒന്നുകൂടി ശ്രദ്ധിച്ച സെന്റൻസുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ. ഇപ്പൊ ബിയുടെ കേസ് പറയുകയാണെങ്കിൽ എ ബി ടുഗദറിനെങ്കിലും 16 മണിക്കൂർ അല്ലേ പറഞ്ഞേക്കണേ. ടേക്ക് 16 hours ലെസ് ദാൻ ബി വുഡ് ടേക്ക് ടു ഫിൽ ദി ടാങ്ക് അലോൺ. അപ്പോൾ എക്സ് പ്ലസ് 16 16 മണിക്കൂർ കൂടുതലാണ് ബിക്ക് ഒറ്റയ്ക്ക് നിറയ്ക്കാൻ എടുക്കുക. ഏതിനേക്കിലും എയും ബിയും കൂടി നിറയ്ക്കണേക്കാൾ. ഇനി അവര് വേറൊരു റിലേഷൻ എന്നാണ്, എക്ക് ബിനേക്കിലും 12 മണിക്കൂർ അല്ല, ബി ടേക്സ് 12 hours മോർ ദാൻ എ. അപ്പോൾ ഇതിനേക്കിലും 12 മണിക്കൂർ കുറവാണ് എക്ക് ഫില്ല് ചെയ്യാൻ എടുക്കുക. അപ്പൊ നമുക്ക് കിട്ടി എക്കും ബിക്കും കൂടി ടുഗദർ എത്ര സമയം എടുക്കുക? √16 × 4 എന്ന് പറഞ്ഞാൽ 64ന്റെ റൂട്ട് എത്രയാ? 8. അപ്പൊ ഇനി ഇതിന്റെ വലിപ്പം ഇരട്ടിയാക്കുകയാണെങ്കിൽ 16 മണിക്കൂർ. ചെയ്തത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ ഒന്നുകൂടി പറയൂ. ഒന്നുകൂടിയും പറയാം. നമ്മൾ രണ്ടാമത്തെ സെന്റൻസ് വെച്ചിട്ട് ആദ്യം തുടങ്ങാം. ഇഫ് ബോത്ത് പൈപ്സ് ഫിൽ ടുഗദർ ഇറ്റ് ടേക്സ് 16 hours ലെസ് ദാൻ ബി വുഡ് ടേക്ക് ടു ഫിൽ ദി ടാങ്ക് അലോൺ. എന്ന് പറഞ്ഞാൽ 2 ടാങ്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ബിനേക്കിലും 16 മണിക്കൂർ കുറവാണ് എടുക്കുള്ളൂ. ബി ഒറ്റയ്ക്ക് എടുക്കണമെങ്കിലും 16 മണിക്കൂർ കുറവ് എടുക്കുള്ളൂ. അപ്പൊ നമുക്കറിയാം ബി ഒറ്റയ്ക്ക് എടുക്കുന്നത് ഒരുമിച്ച് ചെയ്യുന്നേക്കാൾ 16 മണിക്കൂർ കൂടുതലല്ലേ. യെസ് സർ. അപ്പൊ അതായി. ഇനി ആദ്യം പറഞ്ഞിട്ടുള്ള സെന്റൻസ് ഇനി നോക്കുകയാണ്. ബി ടേക്സ് 12 hours മോർ ദാൻ എ ടു ഫിൽ ദി ടാങ്ക്. ബിക്ക് എക്സ് പ്ലസ് 16 മണിക്കൂർ എടുക്കണത് എക്ക് ആണെങ്കിൽ അതിനേക്കിലും 12 മണിക്കൂർ കുറവാണ് എടുക്കുക. തിരിച്ചിട്ടാണ് അവർ പറഞ്ഞേക്കണേ ബിക്ക് അതിനേക്കിലും 12 മണിക്കൂർ കൂടുതൽ എടുക്കണം. അതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ, എക്ക് ബിനേക്കിലും 12 മണിക്കൂർ കുറവാണ് എടുക്കുക. ഇപ്പൊ ബിക്ക് എക്സ് പ്ലസ് 16 hours ആണ് എടുക്കണമെന്ന് വെച്ചാൽ എക്ക് എത്ര മണിക്കൂറാണ് എടുക്കണ്ടാവുക? അതൊന്ന് 12 കുറച്ചാ പോരെ? അപ്പൊ എക്സ് പ്ലസ് 4 hours ആണ് എടുക്കണ്ടാവുക. അപ്പൊ ഇനി ഈ എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ടുഗദർ എടുക്കുന്ന സമയമായിരുന്നു. ടുഗദർ ബിക്ക് എയും ബി ഒരുമിച്ച് ചെയ്യുന്നതിനേക്കാൾ 16 മണിക്കൂർ കൂടുതൽ. എക്കാണെങ്കിലാ
എ ബി ഒരുമിച്ച് ചെയ്യുന്നതിനേക്കാൾ 4 മണിക്കൂർ. കാരണം അതിലേക്ക് ലിങ്ക് ചെയ്താലാണ് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ടുഗദർ എയും ബിയും കൂടി ഒരുമിച്ച് ചെയ്യണ കണ്ടീഷൻ നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. എയും ബിയും ഒരുമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 മണിക്കൂറാണ് ഈ ആദ്യത്തെ ടാങ്ക് ഫില്ല് ചെയ്യാൻ എക്കും ബിക്കും ഒരുമിച്ച് ചെയ്യാനെങ്കിൽ എടുക്കുക. പക്ഷെ നമ്മളോട് ചോദിക്കുന്നത് ഇനിയിപ്പോ ഫില്ല് ചെയ്യേണ്ടത് ആ വലിപ്പമുള്ള ടാങ്ക് അല്ല, അതിന്റെ ഇരട്ടി വലിപ്പമുള്ള ടാങ്കാണ്. അപ്പൊ അതിന്റെ ഇരട്ടി സമയം എടുക്കില്ലേ? ടാങ്കിന്റെ വലിപ്പം ഇരട്ടിയാക്കുകയാണെങ്കിൽ ഇരട്ടി സമയം എടുക്കും. അപ്പൊ 16 മണിക്കൂർ കൊണ്ടാണ് ടാങ്ക് ഫില്ല് ആവും. മനസ്സിലായിട്ടുണ്ടാ? യെസ് സർ. എല്ലാവരും എത്തിയേ? മഞ്ജുള, ആ സാർ കിട്ടി. വരുൺ, യെസ് സർ. യെസ്, സാറ് അലീഷ, ഓക്കെ ആണ്. ഇത് റൂട്ട് XY ഇല്ലേ, ആ അതെങ്ങനെയാ ആയേ? അപ്പൊ നമ്മള് റൂട്ട് ഓഫ് XY എന്നുള്ള കൂടുതലുള്ളതാണ് നമ്മൾ എക്സ് വൈയുടെ കേസ്. എത്രയാണോ എയും ബി ഒരുമിച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ. ഓക്കെ. ആ അത് ഇന്നലെ നമ്മൾ ഫോർമുല പറഞ്ഞു ആ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ടൈം വർക്കിന്റെ ഫോർമുല തന്നെയാണ് അത്, ഇതിലേക്കും അപ്ലിക്കബിൾ ആണെന്ന് മാത്രം. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ടൈം വർക്കിനും പൈപ്പ് ആൻഡ് സിസേഴ്സിന്റെ ഒക്കെ ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് കൂട്ടാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നോർമൽ അപ്രോച്ചിൽ ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല കേട്ടാ. എഫക്റ്റീവ്ലി ഒരു സ്റ്റാൻഡേർഡ് ടൈം തന്നെ അതിന് എടുക്കുള്ളൂ. 2 ടാങ്കുകളുണ്ട്, 20ഉം 30 മിനിറ്റ് കൊണ്ടാണ് നിറയ്ക്കുന്നത്. ഔട്ട്ലെറ്റ് ടാപ്പ് കിടക്കുന്നത് പകുതി ലെവലിലാണ്. ആ റെക്ടാങ്കുലർ ടാങ്ക് 100 ലിറ്റർ ഓഫ് വാട്ടർ 1 മിനിറ്റിലാണ് പമ്പ് ഔട്ട് ചെയ്യുന്നത്. പകുതിയിൽ കിടക്കണ ഔട്ട്ലെറ്റ് ടാപ്പ്. അതിന്റെ യൂണിറ്റ് എന്നുള്ള പോലെ നേരത്തെ നമ്മൾ സിമിലർ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. 6 ഗാലൻ പെർ മിനിറ്റിൽ എം ടി ചെയ്യുന്നു എന്നുള്ള പോലെ. ഈ ഔട്ട്ലെറ്റ് ടാപ്പ് ഈസ് ഓപ്പൺ, ഇറ്റ് ടേക്സ് 24 മിനിറ്റ്സ് ടു ഫിൽ ആൻ എം ടി ടാങ്ക്. അപ്പൊ ഔട്ട്ലെറ്റ് ടാപ്പിന്റെ 3ഉം കൂടിയിട്ടുള്ള എഫിഷ്യൻസി തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി വോളിയം ഓഫ് ദി ടാങ്ക് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ LCM എടുത്തു. 20, 30, 24. 24 അല്ലേ, 5 നോക്കി 120. 120/20 6, 120/30 4, 120/24. ചീണയ്ക്കിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. അവർ പറഞ്ഞത് ശ്രദ്ധിക്കണം. ഈ ഔട്ട്ലെറ്റ് ടാപ്പ് കിടക്കണത് എവിടെയാണ്? ഹാഫ് എക്സാക്ട്ലി ഹാഫ് ലെവലാണ്. അപ്പോ 60 യൂണിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും സാധാരണ എന്തുണ്ടാവുക? ഔട്ട്ലെറ്റ് ടാപ്പ് കിടക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ 6+4 10 യൂണിറ്റ് വെച്ചിട്ടാണ് ആദ്യത്തെ സമയം പോയിട്ടുണ്ടാവുക. അപ്പൊ ഈ 24 മിനിറ്റിലെ 6 മിനിറ്റ് 60 യൂണിറ്റ് നിറയ്ക്കുക. 10 യൂണിറ്റ് വെച്ചിട്ടാണല്ലോ 1 മിനിറ്റിൽ നിറയ്ക്കണേ. അപ്പൊ 24-ലെ 6 മിനിറ്റ് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ 6 × 10 60 യൂണിറ്റ് ഫില്ലായി. 6 മിനിറ്റ് പോയി 6 × 10 യൂണിറ്റ് വെച്ച് നിറച്ചപ്പോ 60 യൂണിറ്റ് ആയി. അപ്പൊ ഇതിലെ 24-ൽ നിന്നാണ് കേട്ടാ 6 പോയത്. ബാക്കി ഇനി 18 മിനിറ്റ് കൊണ്ടാണ് ബാക്കിയുള്ള എത്ര ഭാഗം നിറച്ചിട്ടുള്ളത്? ബാക്കി ഇനി എത്ര ഭാഗമുള്ള നിറയ്ക്കാൻ? ആകെ 120 അല്ലേ? അല്ല, 60 യൂണിറ്റ് ഇപ്പം നിറച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മുടെ 3ഉം കൂടിയിട്ടുള്ള പ്രശ്നം വരുന്നത്. ബാക്കി 18 മിനിറ്റിലാണ് ബാക്കിയുള്ള 60 യൂണിറ്റ് ഇനി നിറച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി വോളിയം ഓഫ് ദി ടാങ്ക് ആണ് വേണ്ടത്. പക്ഷെ വോളിയം ഓഫ് ദി ടാങ്ക് കണ്ടുപിടിക്കണം വെച്ചാൽ നമുക്ക് എന്തായാലും എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ആ പുറത്തേക്ക് വിടണ പൈപ്പിന്റെ ഇത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഇത് മുഴുവൻ വെച്ച് ചെയ്താൽ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് 18 വെച്ചിട്ട് വേണം ചെയ്യാൻ. 24 വെച്ചിട്ട് ചെയ്താൽ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ റിമൈനിങ് പാർട്ട് വെച്ചിട്ട് ഞാൻ ചെയ്യണം. ഏതൊക്കെ? 20, 30 അത് ഒരുമിച്ച് കണ്ടാലും മതി. 10 യൂണിറ്റ് വെച്ചിട്ട് അത് ഫിൽ ആവുന്നുണ്ട്. എഫിഷ്യൻസി നമുക്ക് അറിയാലോ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ എഴുതിക്കോ. 20, 30 മറ്റേതും കൂടി ആകുമ്പോൾ 60 ആണ് കേട്ടോ. ഇപ്പൊ LCM എടുക്കേണ്ടത് 60 ആണ്, ശ്രദ്ധിച്ചോളൂ. അല്ലെങ്കിൽ 60 യൂണിറ്റ് ആണ് ഇനിയിപ്പോ ഇതിന്റെ കപ്പാസിറ്റി നമുക്ക് എടുക്കേണ്ടത്. ഇത് 6 ഉം 4ഉം 10 എന്നുള്ളത് ഒരുമിച്ച് എടുക്കാം.
ഇത് അവൈലബിൾ ആയതുകൊണ്ടാണ് ഇത്രയും ഡാറ്റ. ഇവിടെ 24 എടുത്തു കഴിഞ്ഞാൽ തെറ്റും, കാരണം ആദ്യത്തെ 6 മിനിറ്റിൽ ഏത് മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ? എയും ബിയും ഉള്ളൂ. മൂന്നാമത്തെ പൈപ്പില്ലേ, മൂന്നാമത്തെ പൈപ്പ് തുറക്കുമ്പോൾ നമുക്ക് 18 മിനിറ്റ് ആണ് എടുക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ എഫിഷ്യൻസി കിട്ടും 10 60/18 എന്ന് പറയുമ്പോ എത്രയാ വരുന്നേ? 10/3 അല്ലേ? 10/3 ആണ്. 10/3 നമുക്ക് വേണമെങ്കിൽ 3 എഴുതാം. 3 യൂണിറ്റ് ആണ് എന്തുണ്ടാവണേ? 3 ടാപ്പും കൂടി വർക്ക് ചെയ്യുമ്പോൾ അറിയണത്. ശരിക്കും എത്ര അവിടെ നിന്ന് അറിയേണ്ട കൊടുത്താ? 10 വെച്ച് അറിയേണ്ട കൊടുത്തല്ലേ ഈ 3 വെച്ച് അറിയണേ. ഈ 3 എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 10/3 തന്നെ എഴുതിക്കോ, ഒരു പ്രശ്നവുമില്ല. 10/3 സാർ ഇതിൽ നമ്മളിപ്പോ കപ്പാസിറ്റി 60 ആക്കി എടുത്തില്ലേ, അപ്പോ എന്റെയും ബിന്റെയും 60 കപ്പാസിറ്റി അല്ലേ എടുത്തിട്ടില്ലേ? റിമൈനിങ് പാർട്ടാണ് ഞാൻ 60 യൂണിറ്റ് എഴുതിയത്, കപ്പാസിറ്റി ഇല്ല. അപ്പൊ നമുക്ക് എഫിഷ്യൻസി 4 തന്നെ എഴുതാൻ പറ്റില്ല. എഫിഷ്യൻസി മാറുന്നില്ലല്ലോ. ഈ 120 യൂണിറ്റ് തന്നെയാണ് ടോട്ടൽ കപ്പാസിറ്റി. ടോട്ടൽ കപ്പാസിറ്റി ഞാൻ മാറ്റിയിട്ടില്ല, 120 യൂണിറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ റിമൈനിങ് പാർട്ടിന് ഞാൻ 60 യൂണിറ്റ് എന്ന് എഴുതി, അത് മാറില്ലല്ലോ. ടോട്ടൽ ഇനി ബാക്കിയുള്ള കപ്പാസിറ്റി റിമൈനിങ് പാർട്ടിന്റെ അടിയിൽ നിന്ന് പകുതിന് മേലേക്കുള്ള പകുതിന്ന് മേലേക്കുള്ള ഈ കപ്പാസിറ്റി 60 യൂണിറ്റ് ആണെന്ന് എടുത്തോണ്ട് പ്രശ്നമില്ലല്ലോ. അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു. ഈ 60 യൂണിറ്റ് നിറയ്ക്കാൻ 18 മിനിറ്റ് ആണ് എടുത്തിട്ടുള്ളത്, അതും പ്രശ്നമില്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇൻ കേസ് ഇവിടെ 60 എടുത്തിട്ട് ചെയ്താലും ഇതിന്റെ ഉത്തരം മാറൊന്നുമില്ല കേട്ടാ. അപ്പൊ ഇവിടെ 30 എടുക്കേണ്ടി വരുന്നു മാത്രം, പ്രശ്നമില്ല. ഇപ്പൊ ഇവിടെ 10/3 ആയി. അപ്പൊ 10 - 10/3 അപ്പൊ ബാക്കിയുള്ളതാണ് നമുക്ക് ഔട്ട്ലെറ്റ് ടാപ്പിന്റെ കപ്പാസിറ്റി എന്ന് കിട്ടും. അപ്പൊ 30 - 10 എത്രയാ? 20/3. 20/3 ആണ് എന്തിന്റെ കപ്പാസിറ്റി? ഔട്ട്ലെറ്റ് ടാപ്പിന്റെ കപ്പാസിറ്റി അല്ലേ എഫിഷ്യൻസി വരുന്നത്, അല്ലേ? പോയാ? ഇത് ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ ഇതൊന്നും കൂടി ഒന്ന് പറയോ? ഇതിപ്പോ ആദ്യത്തെ LCM എടുത്തതിന്റെ ആവും നിങ്ങൾക്ക് പ്രശ്നം. എന്നാ ഞാൻ അത് മാറ്റാം, അതുകൊണ്ട് ഒരു വിഷയമില്ല. ഞാൻ അത് 24 കൂടി എടുത്തിട്ട് പെട്ടെന്ന് എഴുതിയെന്ന് മാത്രം. ഇൻ കേസ് അത് യൂണിറ്റ് മാറിയത് കൊണ്ട് ഉത്തരം നമ്മുടെ തെറ്റാണെന്നും പോണില്ല. ടോട്ടൽ അതിന്റെ മൾട്ടിപ്പിൾ തന്നെയാണല്ലോ, അതുകൊണ്ട് തെറ്റില്ല. അതിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടി മാറ്റാം. ആദ്യത്തെ 2 മാത്രം എടുത്തു, കാരണം ഹാഫ് കപ്പാസിറ്റി വരെ എന്താണ് ഉണ്ടാവണല്ലോ, എയും ബിയും വർക്ക് ചെയ്യണല്ലോ. അപ്പൊ ഇതിന്റെ LCM 60 വരെ. 120 ആണെങ്കിൽ ഇതിന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്, അതുകൊണ്ട് വിഷയമൊന്നും വരുന്നില്ല. എന്നാലും ഞാൻ ഇപ്പൊ 60 ആക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 ഉം 2 ആണ് എഫിഷ്യൻസീസ്. ഇപ്പൊ 5 ഭാഗം വെച്ച് പകുതി നിറയ്ക്കണമെങ്കിൽ 6 മിനിറ്റ് തന്നെയല്ലേ എടുക്കുക? പകുതി എന്ന് പറഞ്ഞാൽ 30 യൂണിറ്റ് അല്ലേ വരിക, 60 യൂണിറ്റിന്റെ പോലെ. ഇപ്പൊ 30 യൂണിറ്റ് നിറയ്ക്കാൻ 6 മിനിറ്റ് എടുത്തു, കാരണം 5 മിനിറ്റ് യൂണിറ്റ് വെച്ചിട്ടാണ് മിനിറ്റിൽ നിറയ്ക്കണേ. അങ്ങനെയാണെങ്കിൽ 6 മിനിറ്റിൽ നിറച്ചാലാണ് 30 യൂണിറ്റ് ഫില്ലാവുള്ളൂ, ഹാഫ് ഫില്ലാവുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഏത് പൈപ്പ് ഇരിക്കുന്നത്? ഔട്ട്ലെറ്റ് പൈപ്പ്, പമ്പ് ഇരിക്കുന്നത്. അപ്പൊ 24 മിനിറ്റിലാണ് ആകെ empty ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ബാക്കി 18 മിനിറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 3 പൈപ്പും കൂടി വർക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ആദ്യത്തെ 6 മിനിറ്റ് എന്ത് തന്നെയാവും? ഔട്ട്ലെറ്റ് ടാപ്പിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, വെറുതെ ഓണാക്കി ഇടാനേ പറ്റുള്ളൂ, കാറ്റ് മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ. അതാണ് കാര്യം. ടാങ്ക് നിറയണതിനനുസരിച്ചല്ലേ പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ 30 യൂണിറ്റ് നിറഞ്ഞപ്പോഴാണ് അതിന്റെ പൈപ്പ് കിടക്കുന്നത് അവിടെയാണ്. അപ്പൊ ഈ ആദ്യത്തെ 30 യൂണിറ്റ് നിറയ്ക്കുന്നിടത്ത് അതിന് വല്ല ജോലി ഉണ്ടാ? ഔട്ട്ലെറ്റ് ടൈപ്പിന് ഉണ്ടാ? ഇല്ല. അപ്പൊ ബാക്കി 18 മിനിറ്റില് ഔട്ട്ലെറ്റ് ടൈപ്പ് ഇടപെട്ട് തുടങ്ങി. അപ്പൊ 30 യൂണിറ്റ് കൂടി ഇനി അത് എംപ്റ്റി ആണ്, നെഗറ്റീവിലാണ് എഫിഷ്യൻസി പോണേ.
അല്ല, നല്ല എം ടി ആവുക, നിറച്ച സാധനം പുറത്തേക്ക് പോവാണ്. മൂന്നും കൂടി ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എഫിഷ്യൻസി നെഗറ്റീവിൽ വരുന്നത്. അല്ല സോറി, ഫിൽ തന്നെയാണ് ചെയ്യണത്. അപ്പൊ പോസിറ്റീവിൽ തന്നെയാണ് എഫിഷ്യൻസി വരും മൂന്നും കൂടി വർക്ക് ചെയ്യുമ്പോൾ. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് മൂന്നും കൂടിയിട്ട് കൺസിഡർ ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ കപ്പാസിറ്റി ഇവിടെ എത്രയാണോ ബാക്കിയുള്ള കപ്പാസിറ്റി, ആ കപ്പാസിറ്റിയാണ് ഇനി നിറയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ LCM എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിന്റെ മൂന്നിന്റെ LCMലേക്ക് ആക്കിയിട്ട് ചെയ്യണേക്കിലും നല്ലത് ഇപ്പൊ ഇവിടെ ബാക്കി എത്ര യൂണിറ്റ് ഉണ്ട്? ബാക്കി 30 യൂണിറ്റ്. അതാണ് ഇനി റിമൈനിങ് കപ്പാസിറ്റി. അത് വെച്ചിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ. പക്ഷേ എഫിഷ്യൻസി ആണെങ്കിൽ മാറോ? ഇല്ല, 3ഉം 2 തന്നെയാണ്. ഏടെ എഫിഷ്യൻസി ഈ 60 വെച്ചിട്ട് തന്നെയാണ് എഫക്റ്റീവ്ലി ചെയ്യണേ. പക്ഷെ 60ൽ മൊത്തം നമ്മുടെ ഇതിന്റെ ഭാഗം എഫക്റ്റ് ചെയ്യാത്തത് കൊണ്ട് ബാക്കിയുള്ള അത് എഫക്റ്റ് ചെയ്യുന്ന ഭാഗത്തിന്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതിന്റെ എഫിഷ്യൻസി കിട്ടാൻ, കാരണം അത് വർക്ക് ചെയ്യാത്തവിടുത്ത് അതിന്റെ എഫിഷ്യൻസി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് എയുടെ എഫിഷ്യൻസി ഒന്നും മാറിയിട്ടില്ല. ഇത് അതിന്റെ LCM അല്ല, ശ്രദ്ധിച്ചോളൂ, റിമൈനിങ് പാർട്ടാണ്. അപ്പൊ എയുടെ എഫിഷ്യൻസി 3, ബിയുടെ എഫിഷ്യൻസി 2. 30/18 എന്ന് പറഞ്ഞാൽ എയും ബിയും ഔട്ട്ലെറ്റ് ടൈപ്പ് സി ആണെങ്കിൽ മൂന്നും കൂടി വർക്ക് ചെയ്യുമ്പോൾ എത്രയാണ് എഫിഷ്യൻസി വരിക? 30/18 പറഞ്ഞാൽ ഒന്നുകൂടി വെട്ടി ചെറുതാക്കിയ 10/6 അല്ലേ വരണേ? അതെ, 5/3. യെസ് സർ. 10/6 അല്ലെങ്കിൽ 5/3 എന്ന് കിട്ടും. അപ്പൊ അതിലെ നമുക്ക് ഔട്ട്ലെറ്റ് ടാപ്പിന്റെ സിയുടെ കാര്യം കണ്ടുപിടിച്ചൂടെ? 3ഉം 2ഉം കൂട്ടുമ്പോ 5 വരുന്നിടത്ത് ഇപ്പൊ 5/3 വരുന്നുള്ളൂ. 5 - 5/3 എന്ന് പറയുന്നതാവും ഏതിന്റെ എഫിഷ്യൻസി? ഔട്ട്ലെറ്റ് ടാപ്പിന്റെ എഫിഷ്യൻസി. അപ്പൊ എത്ര കിട്ടണേ? 15 - 5 10/3 എന്നല്ലേ കിട്ടിയ എഫിഷ്യൻസി അല്ലേ? അതെ. 10/3 ആണ് ഔട്ട്ലെറ്റ് ടാപ്പിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് ചെയ്തേട്ടാ. എഫിഷ്യൻസി കണ്ടുപിടിച്ചു. ഇനി അവര് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇഫ് ദി റെക്ടാങ്കുലർ ടാങ്ക് വിച്ച് ക്യാൻ, നമുക്ക് വേണ്ടത് വാട്ട് ഈസ് ദി വോളിയം ഓഫ് ദി ടാങ്ക് ആണ്. വോളിയം ഓഫ് ദി ടാങ്ക് എന്ന് പറഞ്ഞാൽ ഹാഫ് ടാങ്ക് ആണോ വോളിയം കണ്ടുപിടിക്കണ്ടേ? ഫുൾ ടാങ്കിന്റെ കണ്ടുപിടിക്കണ്ടേ? വേണ്ടേ? വോളിയം ലിങ്ക് ചെയ്ത് തന്നിട്ടുള്ളത് ഏതായിട്ടാണ്? ഔട്ട്ലെറ്റ് പൈപ്പായിട്ടാണ്, empty ചെയ്യണ പൈപ്പായിട്ടാണ്, പമ്പ് ഔട്ടിന്റെ ലിങ്ക് വെച്ചിട്ടാണ്. അപ്പോ 10/3 ഭാഗം വെച്ചിട്ടാണ് അത് empty ചെയ്യണേ. ഇത് ഹാഫ്, അതിന്റെ എഫിഷ്യൻസി 10/3 ആണ്. ഇത് ഹാഫ് ടാങ്കിന്റെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഫുൾ ടാങ്കിന്റെ വെച്ചിട്ട് വേണം നമുക്ക് കപ്പാസിറ്റി ഒക്കെ പറയാൻ. അപ്പൊ ഫുൾ ടാങ്ക് ഈ 10/3 വെച്ചിട്ട് അത് empty ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര സമയം എടുക്കും എന്നുള്ളത് കിട്ടും. ഫുൾ ടാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പൊ ഇതിലില്ല, നമ്മളത് അസ്യൂം ചെയ്യണതാണ്. കാരണം നമുക്ക് ടോട്ടൽ കപ്പാസിറ്റി കിട്ടിയാലാണ് അതിന്റെ വോളിയം ഓഫ് ദി ടാങ്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് 60 യൂണിറ്റും ഫുൾ കപ്പാസിറ്റിയും ഈ പൈപ്പ് വെച്ചിട്ട് empty ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആദ്യം. അപ്പൊ ബൈ 20 എന്ന് പറഞ്ഞപ്പോ 200 മിനിറ്റ് എടുത്തു എന്നുള്ളത് നമുക്ക് കിട്ടും ഇല്ലേ? 200 മിനിറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റില് അത് 100 ലിറ്റർ വെച്ചിട്ടാണ് empty ചെയ്യണേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 200 മിനിറ്റ് അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 200 × 100 എത്ര ലിറ്റർ അത് empty ചെയ്യും? എത്ര ലിറ്റർ empty ചെയ്യും? 20,000. 20,000 ലിറ്റർ ആണ് അതിന്റെ കപ്പാസിറ്റി. സർ 10/3 ഈ തേർഡ് പൈപ്പിന്റെ എഫിഷ്യൻസി അല്ലേ? അതെ. അപ്പൊ നമ്മള് സമയം കിട്ടാൻ നമ്മൾ ഡിവൈഡ് ചെയ്യല്ലേ വേണ്ടേ? 60. സോറി, 60 ഡിവൈഡഡ് ബൈ 3/10 ആണ് കേട്ടോ. സോറി, 10/3. തിരിച്ചിട്ടാണ് വരിക. അത് എഴുതിയത് തെറ്റിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ പെട്ടെന്ന് എഴുതിപ്പോ. ഇതാണ് ടോട്ടൽ കപ്പാസിറ്റി ആണ് 60. ടോട്ടൽ കപ്പാസിറ്റി 60 യൂണിറ്റ് ഡിവൈഡഡ് ബൈ 1 മിനിറ്റില്, മിനിറ്റ് തന്നെയല്ലേ, 1 മിനിറ്റില് ചെയ്യണത് 10/3 വെച്ചിട്ട്. അപ്പൊ സോറി, അപ്പൊ 18 മിനിറ്റ് കൊണ്ടാണ് എന്താവണേ ടോട്ടൽ ടാങ്ക് empty ചെയ്യാൻ പറ്റുക. അപ്പോ 2 0 കൊണ്ടിട്ട് കഴിഞ്ഞാൽ എത്ര ലിറ്റർ ഉള്ളോ? സോറി, ഇതാണ് ഉത്തരം. ചെയ്തത് മനസ്സിലായിട്ടുണ്ടാ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഇതിങ്ങനെ ചെയ്യേണ്ടി വരും ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. മൊത്തം ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്തതിലെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഏത് സെക്ഷൻ എവിടെയാണ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. എന്തായിണ്ട് മഞ്ജുള? ക്ലിയർ ആണ്, കിട്ടി. Clear ആണ്. യെസ്. ഒരാളെ കൂടി ഒരു സൗണ്ട് കൂടി കേൾക്കാണ്ടല്ലോ. പുരുഷ സൗണ്ട് എവിടെ? വരുൺ ഓക്കെ സാർ. ഓക്കെയാണ്. അപ്പൊ ഈ രീതിയിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് തെറ്റും. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമുക്ക് ഒരു മോഡറേറ്റ് ലെവലിൽ നിന്നുള്ള പോലെയാണ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ എക്സാമിന് വരണ്ട, മോഡറേറ്റ് ലെവലുള്ള ശരിക്കും ഒന്ന് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പീഡ് കിട്ടില്ലേ? 3 പൈപ്പ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് സെക്കൻഡ് കൊണ്ട് പറ്റൂല. സെക്കൻഡ് കൊണ്ട് പറ്റില്ല, സെക്കൻഡുകൾ കൊണ്ട് പറ്റും. 15, 10, 5, D10, LCM എടുത്തു 60, 4, 6, 12, -6 ഒരുമിച്ചാണ് തുറന്നുള്ളത്. അപ്പൊ 16, 60/16 ഉത്തരം 4, 15. 3 and 3 പൈപ്പ് 145. 1:45 PM. 3.25 മണിക്കൂർ കൂടി എടുക്കും എന്താവാൻ, ടാങ്ക് ഫുൾ ആവാൻ. ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 3.25 മണിക്കൂർ കൂട്ടി കഴിഞ്ഞ് ഇത്രയായി. ക്ലിയർ അല്ല? ആർക്കും സംശയമില്ലല്ലോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Yes, sir. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ആദ്യത്തെ പൈപ്പ് എ, രണ്ടാമത്തെ പൈപ്പ് ബി, മൂന്നാമത്തെ സി. ഇത് രണ്ടും ഇൻലെറ്റ് ആണ്, ഔട്ട്ലെറ്റ് ആണ്. നെഗറ്റീവ് ആണ് എഫിഷ്യൻസി വരെ. ബ്രെയിനിലുണ്ട്. LCM എടുത്തു 30, അപ്പൊ 6, 5, -10. ഇനി പറയണത് പൈപ്പ് എ ഈസ് ഓപ്പൺ അറ്റ് 7 AM, പൈപ്പ് ബി 8 PM, പൈപ്പ് സി 9 PM. അറ്റ് വാട്ട് ടൈം ടാങ്ക് ഈസ് ഫിൽഡ്? പൈപ്പ് എ 7 മണിക്ക് തുറന്നു. അപ്പൊ 8 മണി 9 മണി വരെ അത് വർക്ക് ചെയ്താൽ 12 യൂണിറ്റ് നിറച്ചിട്ടുണ്ടാവും. പൈപ്പ് ബി ആണെങ്കിൽ 8 മണിക്ക് തുറന്നു, 9 മണി വരെ നിറച്ചപ്പോൾ അത് 5 യൂണിറ്റ് നിറച്ചിട്ടുണ്ടാവും. അപ്പൊ 9 മണി ആകുമ്പോഴേക്കും 17 യൂണിറ്റ് അത് ഓൾറെഡി ഫില്ലായിട്ടുണ്ട്. ഇനി തേർഡ്, അപ്പൊ എത്ര സമയം ആയി? 9 മണി ആയിട്ടാ, 9 PM ആയി. 9 PM അവസ്ഥ ഇതാണ് കിടക്കുന്നത്. 17 യൂണിറ്റ് ഫില്ലായിട്ടുണ്ട്. ഇനി 9 മണി ആയപ്പോൾ 3 പൈപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. 3 പൈപ്പ് ഓപ്പൺ ആകുമ്പോൾ ഉള്ള അവസ്ഥ 1 യൂണിറ്റ് വെച്ചിട്ടാണ് ഫില്ലാവുള്ളൂ. കാരണം ഇത് നെഗറ്റീവിലാണല്ലോ എഫിഷ്യൻസി. അപ്പോൾ ബാക്കി ഇനി എത്ര യൂണിറ്റ് ഫില്ല് ചെയ്യാണ്ട്? 30 - 17, 13 യൂണിറ്റ് ഫില്ല് ചെയ്യാണ്ട് 1 യൂണിറ്റ് വെച്ചിട്ടാണ് ഒരു മിനിറ്റിലല്ല അല്ലെ, ഒരു മണിക്കൂറിൽ ഫില്ലാവുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ എത്ര സമയം എടുക്കും? 13 ഹവേഴ്സും കൂടി എടുക്കും അല്ലേ മൊത്തം ടാങ്ക് ഫില്ലാവാൻ. ഇപ്പോൾ 9 മണി ആയിട്ട് 13 മണിക്കൂർ കഴിഞ്ഞാൽ എത്ര മണിയാവും? 3 മണിക്കൂർ കഴിഞ്ഞാൽ രാത്രി 12 മണിയാവും, 12 AM. പിന്നെ ഒരു 10 മണിക്കൂർ കഴിഞ്ഞാൽ എത്ര മണിക്കാണ് ടാങ്ക് ഫില്ലാവുക? 10 AM അല്ലേ? Yes, ഇതിന്റെ sir. ആൻസർ കിട്ടി. വേറെ ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ പറയാം, ഞാൻ ചെയ്ത് തെറ്റിയുണ്ടെങ്കിലും. തെറ്റുണ്ടാ? സംഭവം ചെയ്തത് ക്ലിയർ അല്ലേ? Yes, sir. ആദ്യത്തെ ടാപ്പ് 7 മണിക്ക് തുറന്നു, 9 മണി വരെ വർക്ക് ചെയ്തു, അപ്പൊ 12 യൂണിറ്റ് ഫില്ല് ചെയ്തു. ടാപ്പ് ബി 8 മണിക്ക് തുറന്നു, 9 മണി വരെ വർക്ക് ചെയ്തു, അപ്പൊ 5 പാർട്ട് ഫില്ല് ചെയ്തു, അപ്പൊ 17 യൂണിറ്റ് അങ്ങനെ ഫില്ലായി കഴിഞ്ഞു 9 മണി ആയപ്പോഴേക്കും. പിന്നത്തെ 13 യൂണിറ്റ് കൂടി ഫില്ല് ചെയ്യാണ്ട്, പക്ഷെ അത് 1 യൂണിറ്റ് ആണ് ഒരു മണിക്കൂറിൽ ഫില്ലാവുള്ളൂ. അപ്പൊ 13 മണിക്കൂർ കൂടി പിന്നെ എടുക്കും. അത് കൂട്ടി കഴിഞ്ഞാൽ ആൻസർ ആയി. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two pipes can fill a tank in 18 and 15 hours respectively. Third pipe can empty it in 30 hours. If all the pipes are opened on alternative hours, in how many hours the tank is filled? പെട്ടെന്ന് ഇടപെടുന്നുണ്ട്. 18, 15, 30. LCM എടുത്തു 90, 18 × 5, 16 15 × 6, 3. എല്ലാം ഫില്ലല്ലേ? എം ടി ആണ്. നെഗറ്റീവ് എഫിഷ്യൻസി.
ഓൾട്ടർനേറ്റീവ് അവേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ടാങ്ക് ഫില്ല് ആവാൻ എത്ര സമയം എടുക്കും? അപ്പം ഞാനിത് എഫിഷ്യൻസി 3 കൂടി വർക്ക് ചെയ്യണമെങ്കിൽ 11 - 3 8. ഞാൻ ആദ്യം നോക്കിയത് 90 - 11 ഇതിൽ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. എത്രയാ? 79. അപ്പൊ 79 കൂടെ 79 8ന്റെ മൾട്ടിപ്പിൾ അല്ല. 79 8ന്റെ മൾട്ടിപ്പിൾ അല്ല. 79 കൂടെ ഒരു 8 കൂട്ടിയാലും എന്താവില്ല, 90 ആവണമില്ല. അപ്പൊ പിന്നെ അടുത്ത സാധ്യത നോക്കി, അടുത്ത മൾട്ടിപ്പിൾ. അപ്പൊ പിന്നെ 90ന്റെ അടുത്തുള്ള മൾട്ടിപ്പിൾ നോക്കി. ഏതിന് ശേഷമുള്ളത്? 79ന് ശേഷമുള്ള മൾട്ടിപ്പിൾ നോക്കി. 79ന് ശേഷമുള്ള മൾട്ടിപ്പിൾ 80 ആണ് വരുന്നത്. അപ്പൊ 80 കിട്ടി. അപ്പൊ 80ല് എത്ര 8 പോവും? 10 പോവും. ഇത് ഓൾട്ടർനേറ്റീവ് അവേഴ്സ് അല്ലേ, ഇൻറ്റു 3. അപ്പൊ 30 അവേഴ്സ് ആയി. ബാക്കി ഇനി അടുത്തത് ഓൾട്ടർനേറ്റീവില് ഏത് പൈപ്പ് എന്നല്ല സ്റ്റാർട്ട് ചെയ്യണേ. 85 യൂണിറ്റ് ആവാൻ 1 മണിക്കൂർ പോരെ? പൈപ്പ് തുറന്നു. അപ്പൊ 31ാമത്തെ മണിക്കൂറിൽ നടന്നു. 90 ആവാൻ പിന്നെ ഇനി 5 മതി. അതിന്റെ പക്ഷെ എഫിഷ്യൻസി എത്രയുണ്ട്? 6 ഉണ്ട്. അപ്പൊ അതിലെ 31 5/6 അവേഴ്സ് കൊണ്ട് എന്താവും? ടാങ്ക് ഫില്ലാവും. സംഭവം ചെയ്തത് മനസ്സിലായിട്ടുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ചിട്ട് അതിന്റെ മുന്നിക്ക് വേണം നമ്മൾ നോക്കാൻ. ഇൻകേസ് അത് തന്നെ വരുന്നുണ്ടോ നോക്കാം. ഇൻകേസ് അത് വരുന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ അടുത്ത് വരുന്നത് ഏതാന്ന് നോക്കാം. മൾട്ടിപ്പിൾ സമ്മിന്റെ എന്നിട്ട് വേണം വെരിഫൈ ചെയ്യാൻ. സംഭവം ക്ലിയർ ആണോ? സംശയം ഉണ്ടാ? മഞ്ജുള? ഓക്കെ. വരുൺ കൃഷ്ണ? ക്ലിയർ. 79 മുന്നിലേക്കുള്ള മൾട്ടിപ്പിൾ അല്ല പിന്നെ നോക്കണ്ടേ, ബാക്കിയല്ല. ബാക്കിലേക്കല്ലേ? ബാക്കിലേക്ക് അത് കൂട്ടിയാലും ആവില്ലല്ലോ. മുന്നിലേക്കുള്ളത് നോക്കണ്ടേ. വരുൺ? ഓക്കെ സാർ. ഓക്കെ ആണ്. ഇത് മറ്റേ ആ കപ്പാസിറ്റിയുടെ മങ്കി ക്ലൈംബിങ്ങിന്റെ കോൺസെപ്റ്റ് ഈ നെഗറ്റീവ് എഫിഷ്യൻസി വരുന്നിടത്ത് നമുക്ക് ആവശ്യം വന്നുകൊണ്ടിരിക്കും. അന്ന് ശ്രദ്ധിച്ചോളൂ. sir. Yes, sir. എഫിഷ്യൻസീസ് കണ്ടുപിടിച്ചു. ഇപ്പൊ രണ്ടും കൂടി അറ്റ് എ ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവിലാണ് എഫിഷ്യൻസി വരുന്നത്. ഇപ്പൊ ഇതിന്റെ കപ്പാസിറ്റിയും കണ്ടുപിടിച്ചു. അതിന്റെ എൽസിഎം എടുത്തു കഴിഞ്ഞാൽ കപ്പാസിറ്റി കിട്ടില്ല. 30 യൂണിറ്റ് ആണ് കപ്പാസിറ്റി. അതിന്റെ 2/5 ആണ് ഫില്ലെങ്കിൽ 12 യൂണിറ്റ് ആണ് നിറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 12 യൂണിറ്റ് ഇപ്പൊ ഫില്ലായിട്ടാണ് ഇരിക്കുന്നത്. എഫിഷ്യൻസി നെഗറ്റീവിലായതുകൊണ്ട് തന്നെ ഈ രണ്ടും കൂടി ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ 12 യൂണിറ്റ് ഒന്നും ഒരിക്കലും നിറയില്ല, കുറഞ്ഞാൽ പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് 12 യൂണിറ്റ് ഡിവൈഡഡ് ബൈ രണ്ടും കൂടി വർക്ക് ചെയ്യണമെങ്കിൽ 1 മിനിറ്റിൽ എത്ര യൂണിറ്റ് വെച്ചിട്ട് പുറത്തേക്ക് പോവാ? 2 യൂണിറ്റ് വെച്ചിട്ട് പുറത്തേക്ക് പോകും അല്ലേ? എഫിഷ്യൻസി നെഗറ്റീവ് എഫിഷ്യൻസി ആണല്ലോ രണ്ടും കൂടിയിട്ട്. ഇപ്പൊ ഈ 12 യൂണിറ്റ് എംറ്റി ആവാൻ 6 മിനിറ്റ് എടുക്കും. ആൻസറായി. ഇപ്പൊ ഇൻ കേസ് ഇവിടെ പോസിറ്റീവ് എഫിഷ്യൻസി ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പിന്നെ ഇവിടെ 12 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 18 യൂണിറ്റ് ആണ് നമുക്ക് നിറയ്ക്കേണ്ടി വരിക. ഇപ്പൊ ഡിവൈഡ് ബൈ പോസിറ്റീവില് ഉള്ള വാല്യൂ ഇവിടെ ബൈ ഇട്ട് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് നിറയ്ക്കാൻ പറ്റും എന്നുള്ളത് കിട്ടും. ഇവിടെ നെഗറ്റീവ് എഫിഷ്യൻസി ആയതുകൊണ്ട് തന്നെ ഈ 12 തന്നെ ഇടാൻ പറ്റുള്ള ന്യൂമറേറ്ററില്ലേ, അതേ ബൈ 2 ഉത്തരം വരെ 6 മിനിറ്റ്. ആരും ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആരായിരുന്നു ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കറക്റ്റ്? Yes, sir. ഞാനാ പറഞ്ഞു. ആ ശരിയാണ്.